ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഷക്കൈന ടി വിയിലൂടെയും ഷക്കൈന യൂട്യൂബ് ചാനലിലൂടെയും കർത്താവിൻ്റെ നിത്യവചനം പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങൾക്കും കർത്താവായ ഈശോയുടെ പരിശുദ്ധ നാമത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഈ സമയം ലഭിക്കുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈശോ നമ്മോടൊപ്പം ഈ നിമിഷങ്ങളിൽ കൂടെ ഉണ്ടെന്നുള്ള വലിയ ബോധ്യം എല്ലാ മക്കൾക്കും ഹൃദയപൂർവ്വം അവരുടെ ആത്മാവിൽ അനുഭവമായി മാറട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധ സഭയിൽ കർത്താവിൻ്റെ പ്രിയപ്പെട്ട സഭയിലെ സഭാപിതാക്കന്മാർ പങ്കുവെക്കുന്ന മനോഹരമായ ഒരു ആത്മീയ രഹസ്യമുണ്ട്. കർത്താവിൻ്റെ സഭയുടെ കൂട്ടായ്മയിൽ ദൈവവചനം വ്യാഖ്യാനിക്കുന്നിടത്ത് കർത്താവിൻ്റെ പ്രത്യേകമായ ഒരു സാന്നിധ്യമുണ്ട്. ഡിഡാക്കെ എന്ന ആദിമ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥത്തിൽ സഭാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്ന സത്യമാണ്. കർത്താവിൻ്റെ തിരുസഭയിൽ അവിടുത്തെ വചനം കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് സഭയുടെ പ്രബോധനത്തോട് ചേർന്ന് നമ്മൾ വ്യാഖ്യാനിക്കുമ്പം അവിടെ കർത്താവായ ഈശോ പ്രത്യേക വിധം നമ്മുടെ കൂട്ടായ്മകളിൽ കടന്നു വരും. പ്രിയപ്പെട്ടവരെ, ആ ഒരു അനുഭവം ഈ സമയം നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ലഭിക്കുവാൻ എല്ലാ മക്കളും ഒന്ന് ആഗ്രഹിക്കട്ടെ. കർത്താവ് ഈശോ ഞങ്ങൾക്ക് വചനം വിളമ്പി തരുന്ന ഒരു അനുഭവം ഈശോയെ ഞങ്ങൾക്ക് അങ്ങ് തരണമേ. ഈശോ എമ്മാവൂസിലേക്ക് അപ്പസ്തോലന്മാരുടെ ഈശോയുടെ ശിഷ്യന്മാരുടെ കൂടെ യാത്ര ചെയ്ത സമയത്ത് ആ ശിഷ്യ സമൂഹം അനുഭവിച്ച ഒരു അനുഗ്രഹമില്ലേ? അവൻ നമ്മോട് വചനം പറയുമ്പം നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ? കർത്താവിൻ്റെ വചനത്തിൻ്റെ വലിയ പ്രകാശം അവരുടെ ആത്മാവിൽ നിറയപ്പെട്ടപ്പം, കുർബാനയിലൂടെ അവിടുത്തെ സാന്നിധ്യം അവരുടെ ആത്മാവിൽ നിറഞ്ഞപ്പം അവർ വചനത്തിൻ്റെ ശക്തിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അന്ന് 2 ശിഷ്യന്മാർ പങ്കുവെച്ച അനുഭവം ഇന്ന് പരിശുദ്ധ സഭയിൽ അവിടുത്തെ വചനം വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ, വചനം ധ്യാനിക്കുമ്പം പ്രിയപ്പെട്ട എൻ്റെ സഹോദരീ സഹോദരങ്ങളെ നമുക്ക് ഉണ്ടാകാൻ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കട്ടെ. ഈശോയെ സഭാ കൂട്ടായ്മകളിലേക്ക് അങ്ങ് ഈ സമയം കടന്നു ചെല്ലണമേ. ലോകത്തിൻ്റെ നാനാദിക്കുകളിലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ വചനം ഈ സമയം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ മക്കൾ ഭവനങ്ങളിൽ, കോൺവെൻറ്റുകളിൽ, ദൈവാലയങ്ങളിൽ, വാഹനങ്ങളിൽ ഒക്കെ ആയിരുന്നു കൊണ്ട് ഈ സമയം ജീവനുള്ള കർത്താവിൻ്റെ വചനം ശ്രവിക്കുന്ന, വചനം സ്വീകരിക്കുന്ന അങ്ങയുടെ മക്കൾ ഈശോമിശിഹായെ വ്യക്തിപരമായി കണ്ടുമുട്ടുന്ന അനുഭവം കർത്താവെ പകർന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മഹത്വം അങ്ങയുടെ മക്കളിൽ പ്രത്യേകം വെളിപ്പെടാൻ ഈശോയുടെ സന്നിധിയിൽ നിന്ന് ഈ സമയം മക്കൾ പ്രാർത്ഥിക്കുന്നു. ഉത്ഥിതനായ ഈശോയെ, അങ്ങ് ഞങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന നിത്യസത്യങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ആദ്യ അപ്പസ്തോലന്മാർ അങ്ങയോട് ചോദിച്ചതുപോലെ കർത്താവെ ഞങ്ങളും ചോദിക്കുകയാണ്. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവെ വചനത്തിൻ്റെ ശക്തി സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് തുറക്കണമേ. കർത്താവെ അങ്ങയുടെ വചനശക്തി ഞങ്ങളിൽ നിറയാൻ ആഗ്രഹിച്ച് ഞങ്ങൾ അങ്ങയുടെ തിരുനാമത്തെ സ്തുതിക്കുന്നു. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ആയിരുന്നു കൊണ്ട് നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ചൊന്ന് സ്തുതിക്കാം. പരിശുദ്ധാത്മ ശക്തി ഈ സമയം വെളിപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കാം. എല്ലാ മക്കളും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. വചനം സ്വീകരിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആത്മാവേ അഗ്നിയായിട്ട് വരണമേ. ആത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങ് വന്ന് നിറയണമേ. വചനം അപ്പസ്തോലന്മാർ പങ്കുവച്ചപ്പം അന്ന് ആദിമ സഭാ സമൂഹം സ്വീകരിച്ചതുപോലെ ദൈവമക്കള് വചനം സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. ദാഹത്തോടെ മക്കൾ പാടി പ്രാർത്ഥിക്കട്ടെ. അഗ്നിയിലെന്നെ പുറകൂട്ടണമേ പരിശുദ്ധാത്മാവേ, അഗ്നിയിലെന്നെ ഒരുക്കി വാർക്കൂ പരിശുദ്ധാത്മാവേ, അഗ്നിയിലെന്നെ ഉറക്കൂട്ടണമേ പരിശുദ്ധാത്മാവേ,
അഗ്നിയിലെന്നെ ഒരുക്കി വാർക്കൂ പരിശുദ്ധാത്മാവേ. അഭിഷേകം നീ പകരൂ പരിശുദ്ധാത്മാവേ. വരദാനങ്ങൾ നൽകൂ പരിശുദ്ധാത്മാവേ. അഭിഷേകം നീ പകരൂ പരിശുദ്ധാത്മാവേ. വരദാനങ്ങൾ നൽകൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. മുൾപ്പടർപ്പിൽ കത്തിജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ, എൻ്റെ ഉള്ളിൽ തീയായി മാറൂ പരിശുദ്ധാത്മാവേ. മുൾപ്പടർപ്പിൽ കത്തിജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ, എൻ്റെ ഉള്ളിൽ തീയായി മാറൂ പരിശുദ്ധാത്മാവേ. അശുദ്ധിയെല്ലാം നീക്കൂ പരിശുദ്ധാത്മാവേ. വിശുദ്ധിയാലെ നിറയ്ക്കൂ പരിശുദ്ധാത്മാവേ. അശുദ്ധിയെല്ലാം നീക്കൂ പരിശുദ്ധാത്മാവേ. വിശുദ്ധിയാലെ നിറയ്ക്കൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. 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 എന്നിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. കർത്താവായ യേശു അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അവൻ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായി. പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ഈശോ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടത് ഈശോയുടെ മരണ ഉത്ഥാനങ്ങൾക്ക് ശേഷമാണ്. പക്ഷേ ഈശോ വന്നതും സ്വർഗത്തിൽ നിന്നാണ്. മനുഷ്യാവതാരത്തിലൂടെ മാനവരാശിയെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ ഈശോ പിതാവിനാൽ നിയോഗിക്കപ്പെട്ട് ഈ ഭൂമിയിൽ അവതരിച്ചുവെന്നും മാനവരക്ഷ കാൽവരിയിൽ പൂർത്തീകരിച്ച് ഉത്ഥാനം ചെയ്ത് പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഏക മധ്യസ്ഥനാകുവാൻ പിതാവിൻ്റെ വലതുവശത്തേക്ക് ഈശോ പ്രവേശിച്ചത്, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ സഭയെന്ന പുതിയ ഇസ്രായേലിലൂടെ നമ്മെ ഓരോരുത്തരെയും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുവാനാണ് എന്നുള്ള വലിയ വിശ്വാസത്തിൻ്റെ ബോധ്യമാണ് സഭയെ വ്യത്യസ്തമായ ഒരു കൂട്ടായ്മയാക്കി മാറ്റുന്നത്. സഭയിൽ സ്വർഗത്തെക്കുറിച്ചുള്ള വലിയ ബോധ്യം ആഴമായി ആത്മീയമായി ആത്മാവിൽ നിറയേണ്ട ബോധ്യം നഷ്ടപ്പെട്ടാൽ സഭ യഥാർത്ഥത്തിൽ അതിൻ്റെ ശക്തി ക്ഷയിച്ച കൂട്ടായ്മയായിട്ട് മാറും. സഭയാകുന്നത് ഈശോ മിശിഹായാൽ വെളിപ്പെട്ട എല്ലാ രഹസ്യങ്ങളെയും അത് ജീവിക്കുവാൻ നിരന്തരം പരിശ്രമിക്കുമ്പോഴാണ്, അത് വിശ്വസിച്ച് ഏറ്റുപറയുമ്പോഴാണ്, വിശ്വാസ പ്രമാണങ്ങൾ അത് ജീവിതത്തിൻ്റെ പ്രമാണങ്ങളായി സ്വീകരിക്കുമ്പോഴാണ്. ഈ ദിനങ്ങളിൽ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമുക്കിടയിൽ വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് തരുന്ന ദിവസങ്ങളാണ്. കാരണം കർത്താവ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അവിടുത്തെ സുവിശേഷം, സത്യപ്രബോധന സുവിശേഷം നമ്മളത് വിശ്വസിച്ച് ഏറ്റുപറയുമ്പം
പരിശുദ്ധ സഭ അപ്പസ്തോല കാലഘട്ടം മുതൽ ഏറ്റുപറഞ്ഞ സവിശേഷമായ സുവിശേഷത്തിൻ്റെ ആത്മാവിനെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ സഭാകൂട്ടായ്മ ഈ ദിവസങ്ങളിൽ പ്രത്യേകം ജീവിതം സമർപ്പിക്കുമ്പം നമ്മുടെ ഇടയിൽ കർത്താവിൻ്റെ മഹത്വം നിറയുമെന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. കർത്താവ് ഏറ്റവും കൂടുതൽ നമ്മളെ ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ നമ്മളെ കാണാനാണ്. ഈ ഭൂമിയിൽ ഞാൻ വീണു പോയാലും, എനിക്ക് കുറച്ച് സങ്കടങ്ങളൊക്കെ വന്നാലും, എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത ചില പരാജയങ്ങളിലൂടെ, സങ്കടങ്ങളിലൂടെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ വേർപാടിലൂടെ ഒക്കെ ഞാൻ കടന്നു പോയാലും, പ്രിയപ്പെട്ടവരെ, അവിടെ എല്ലാം കർത്താവ് എന്നെ ബലപ്പെടുത്താൻ ഇറങ്ങി വരും. പക്ഷേ കർത്താവ് നോക്കുന്നത് എൻ്റെ കുഞ്ഞ് സ്വർഗത്തിലേക്ക് വളരുന്നുണ്ടോ, സ്വർഗത്തിലേക്ക് ഉയരുന്നുണ്ടോ, അവൻ്റെ ചിന്ത, അവളുടെ ചിന്ത, അവളുടെ ബോധ്യങ്ങൾ, അവൻ്റെ യാത്ര, അവൻ്റെ നടപ്പ് സ്വർഗത്തിന് അനുരൂപമാണോ? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധാത്മാക്കൾ ഈ കാര്യത്തിൽ ശ്രദ്ധിച്ചതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവരെക്കുറിച്ച് കർത്താവിന് ഇന്ന് സന്തോഷമായിരുന്നു. ഇന്നൊരു ദൈവ പൈതലായി നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പം എന്നെ ഓർത്ത് എൻ്റെ കർത്താവ് സന്തോഷിക്കുന്നുണ്ടാകുമോ എന്നൊരു ചോദ്യം നമ്മുടെ ആത്മാവിനോട് നമ്മൾ ചോദിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന് നമ്മൾ എന്ന് അനുരൂപപ്പെടുന്നോ അന്നാണ് നമ്മുടെ ദൈവം നമ്മെ നോക്കി സന്തോഷിക്കുന്നത്. ഇന്ന് ഈ രാവിൽ നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഈശോയെ, സ്വർഗത്തിലേക്ക് നോക്കി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രിയപ്പെട്ടവരെ, അപ്പസ്തോലന്മാർ അത് നിരന്തരം ഏറ്റു പറഞ്ഞുകൊണ്ടേയിരുന്നു. പത്രോസ് അപ്പസ്തോലനൊക്കെ പറയുന്നുണ്ട്, പറഞ്ഞ അതേ കാര്യങ്ങൾ ആവർത്തിക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആകുലപ്പെടുന്നില്ല, കാരണം അത് നിങ്ങളിൽ വീണ്ടും വീണ്ടും ആഴപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് ലീഹായും വീണ്ടും വീണ്ടും പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ച് ഉറപ്പിച്ച് പറഞ്ഞതിൻ്റെ കാരണം ദൈവമക്കൾ ആ കാര്യങ്ങളിൽ വളരെ വ്യക്തതയോടെ മനസ്സിലാക്കി ജീവിതം ആ വിധത്തിൽ ക്രമപ്പെടുത്തണം, ക്രമീകരിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ്. പരിശുദ്ധ സഭയുടെ പിതാക്കന്മാരെല്ലാം ഓരോ കാലഘട്ടത്തിൽ വിശുദ്ധരായ സഭാപിതാക്കന്മാർ ഈ കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. ആവർത്തിച്ചുള്ള പറച്ചിലിൽ ആവർത്തന വിരസത അവർ കണ്ടില്ല. കാരണം സുപ്രധാനമായ കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നത് അതിന് വലിയ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കാനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദിനങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങൾ ആവർത്തിച്ച് പറയാം. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ കൂടെ മരിക്കും. യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ നമ്മൾ പങ്കുചേരും. യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കുചേരുന്നവർ യേശുക്രിസ്തുവിനോടൊപ്പം ഉയർക്കും. കർത്താവ് നമുക്ക് മുൻപേ ഉയർത്തതുകൊണ്ട് ആ ഉയർപ്പിൽ നമുക്ക് പങ്കാളിത്തം കിട്ടും. ശരീരങ്ങളുടെ ഉയർപ്പിനെക്കുറിച്ച് നമ്മൾ പങ്കുവെച്ചു, തനത് വിധിയെക്കുറിച്ച് നമ്മൾ പങ്കുവെച്ചു. നമ്മൾ ഇന്നത്തെ ദിവസം പ്രത്യേകം പങ്കുവെക്കുന്ന സവിശേഷമായ വിഷയം, പ്രിയപ്പെട്ടവരെ, ഈ ചിന്തകളിൽ ഏറ്റവും സുപ്രധാനമായ വിഷയമാണ്. സ്വർഗത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പങ്കുവെക്കുന്നത്. നാളത്തെ ദിവസം, ഈ ധ്യാനത്തിൻ്റെ സമാപന ദിവസം, നമ്മൾ അന്ത്യവിധിയെക്കുറിച്ച്, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, മാലാഖമാരെക്കുറിച്ച്, വീണ്ടും പ്രിയപ്പെട്ടവരെ, എന്നേക്കുമായിട്ട് നിലനിൽക്കുന്ന കർത്താവിനോടൊപ്പമുള്ള എന്നേക്കുമുള്ള ആ കൂട്ടായ്മയുടെ അനുഭവത്തെ ഓർമ്മിപ്പിക്കുന്ന പുതിയ ആകാശം, പുതിയ ഭൂമിയെക്കുറിച്ച് നാളത്തെ ദിവസം നമ്മൾ പങ്കുവെക്കും. ഈ ദിവസം ഒരൊറ്റ കാര്യത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുകയാണ്, സ്വർഗത്തെക്കുറിച്ച്. എത്രയും വില കൂടിയ സ്വർഗത്തെക്കുറിച്ച്, മനോഹരമായി വിശുദ്ധാത്മാക്കൾ ലക്ഷ്യം വെച്ച സ്വർഗത്തെക്കുറിച്ച്, ഈശോ ആവർത്തിച്ച് പറഞ്ഞ സ്വർഗത്തെക്കുറിച്ച് നമ്മൾ ഇന്നത്തെ ദിവസം പങ്കുവെക്കുമ്പം സ്വർഗം ഒരു അഭിലാഷമായിട്ട് മാറണം, സ്വർഗം ഒരു ആനന്ദ വിഷയമായിട്ട് മാറണം. ഈ ഭൂമിയിലുള്ള എന്തെല്ലാം കാര്യങ്ങളിൽ നമുക്ക് നഷ്ടം സംഭവിച്ചാലും, ഈ കാര്യത്തിലൊരു നഷ്ടം സംഭവിച്ചാൽ അതിൽ പരം പ്രിയപ്പെട്ടവരെ ഒരു ദുരന്തം നമ്മുടെ സംഭവിക്കാനില്ലെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. അത്രമാത്രം വിലപ്പെട്ടതാണ് സ്വർഗമെന്നുള്ള വലിയ ബോധ്യത്തോടെ സ്വർഗത്തെക്കുറിച്ചുള്ള ആഴമായ ബോധ്യങ്ങൾ പരിശുദ്ധാത്മാവിൽ നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ ഈ സമയം ദാഹത്തോടെ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ജീവനുള്ള വചനം, സ്വർഗത്തിൻ്റെ ഉന്നതമായ അഭിഷേകങ്ങളെ ഓർമ്മിപ്പിക്കുന്ന വചനം, കർത്താവേ ഞങ്ങൾക്കിന്ന് വിളമ്പി തരണമേന്ന്, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അത് വേര് പിടിക്കും വിധം, ഞങ്ങളുടെ ആത്മാവിന് അത് പോഷണമാകും വിധം, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശകളെ അത് നിയന്ത്രിക്കും വിധം, കർത്താവേ ഞങ്ങളുടെ ആത്മാവിന് അത് അനുഗ്രഹമാകും വിധം ഞങ്ങൾക്കത് ഒരുക്കി തരണമേ. ഞങ്ങൾക്കത് വിളമ്പി നന്നായി ഞങ്ങളുടെ ഹൃദയത്തിന് മനസ്സിലാകും വിധം, ഞങ്ങളുടെ യാത്രകൾക്ക് അത് കൃത്യത, വ്യക്തത തരും വിധം കർത്താവേ ഞങ്ങൾക്കങ്ങ് കൃത്യമായത് തരണമേന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ മക്കളും ഒരു നിമിഷം ഈശോയുടെ സന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കട്ടെ. സ്വർഗീയ രഹസ്യങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ
സ്വർഗത്തിൽ നിന്ന് സഹായം കിട്ടണം. ആ ഒരു ബോധ്യം മക്കൾക്ക് ഒന്നാമതായിട്ട് വേണം. പക്ഷേ 100 വട്ടം സ്വർഗം സ്വർഗം എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഉള്ളിൽ ചങ്കിൽ അത് കയറണമെങ്കിൽ ഈശോ അവിടെ വരണം. അതുകൊണ്ടാണ് അച്ഛൻ ആദ്യം തന്നെ ഇന്ന് പറഞ്ഞത്, ആദിമസഭയിൽ കർത്താവിൻ്റെ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് കർത്താവ് വന്നിരുന്നു. അതുകൊണ്ട് അവർ ഹൃദയം പൊട്ടി ഞങ്ങൾ എന്ത് ചെയ്യണം, മാനസാന്തരപ്പെട്ടു. അവർ ജീവിതം മാറ്റി, അവർ വല്ലാതെ ബോധ്യമുള്ളവരായിട്ട് മാറി. ഇന്നലെ വരെ പോയിക്കൊണ്ടിരുന്ന യാത്രകൾക്കെല്ലാം മാറ്റമുണ്ടായി. ഇന്നോ ഒരു നിമിഷം ചിന്തിച്ച് നോക്കണം, നമ്മൾ ഈശോയെ നന്നായി വിളിക്കണം. ഇന്ന് എത്ര കാലമായി നമ്മൾ വചനം കേൾക്കാൻ തുടങ്ങി, അതനുസരിച്ചുള്ളൊരു മാറ്റം, രൂപാന്തരീകരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. എത്ര കാലമായി നമ്മൾ കൺവെൻഷനുകൾ കൂടാൻ തുടങ്ങിയിട്ട്, എത്ര കാലമായി വ്യത്യസ്തമായ ധ്യാന ശുശ്രൂഷകൾ നമ്മൾ പങ്കുചേരാൻ തുടങ്ങി. അതിനനുസൃതമായ ഒരു രൂപാന്തരീകരണവും മാറ്റവും നമ്മുടെ ജീവിതങ്ങൾക്കുണ്ടോ, ചലനമുണ്ടോ? പ്രിയപ്പെട്ടവരെ, അത് ഉണ്ടാകണമെങ്കിൽ നമ്മളത് ആഗ്രഹിക്കുക, ഈശോ വരണമെന്ന് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളിമയോടെ ആഗ്രഹിക്കുക. അത് പരിശുദ്ധാത്മാവ് സഹായം തന്ന് നമ്മുടെ ആത്മാവിൽ അത് കുറിച്ച് തരുമ്പം ജീവിതം മാറാതിരിക്കാൻ മറ്റൊരു മാർഗ്ഗമില്ല. ജീവിതം മാറിയിരിക്കും. ആ ബോധ്യത്തോടെ ഈ സമയം ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട മക്കൾ എളിമയോടെ ഈശോയെ വചനം ശ്രവിക്കുക മാത്രം ചെയ്യുന്ന, വചനം പറയുക മാത്രം ചെയ്യുന്ന, ആത്മവഞ്ചകരാകാതെ വചനം പാലിക്കുന്ന, വചനത്തിനൊത്ത വിധം ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന, ക്രമീകരിക്കുന്ന മക്കളാകാൻ ഞങ്ങൾക്ക് കൃപ തരണമേന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ ദിവസം നമ്മൾ സ്വർഗത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പം നമ്മൾ പഴയ നിയമത്തിൽ ദൈവം വസിക്കുന്ന കൂടാരമായ സ്വർഗത്തെക്കുറിച്ചുള്ള ഏതാനും റെഫറൻസുകൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ധ്യാനം ഒരു പഠന ധ്യാനമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നമ്മൾ ഹൃദയത്തിൽ എങ്കിലും കുറിച്ചിടണം. പുസ്തകവും പേനായും, ഡയറിയും പേനായും ഒന്നും നിങ്ങളുടെ കരങ്ങളിൽ നിങ്ങൾ എടുത്തു വച്ചിട്ടില്ലെങ്കിലും ഹൃദയത്തിൽ ഈ വചനങ്ങൾ കോറിയിട്ടാൽ അതവിടെ കിടക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ രാവിലെ ഈ വചനം സ്വീകരിക്കുന്ന മക്കൾ അതിങ്ങനെ കേട്ട് വിട്ട് കളയാതെ അത് സ്വീകരിച്ച് അതെൻ്റെ ജീവിതത്തിൻ്റെ അത്യന്താപേക്ഷിതമായ, എനിക്കേറ്റവും വില കൂടിയ കാര്യങ്ങളാണ് ഈ കാര്യങ്ങളെന്നും, ഈ കാര്യങ്ങളിൽ ഒരു മറവി സംഭവിച്ചാൽ, ഈ കാര്യങ്ങളിൽ ഒരു ബോധ്യക്കുറവുണ്ടായാൽ അത് ജീവിതത്തിന് മുഴുവൻ നഷ്ടമായി മാറുമെന്നുള്ള വലിയ ബോധ്യം യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട മക്കൾക്ക് ഉണ്ടാകണം. കാരണം അത്രമാത്രം വിലപ്പെട്ടതാണ് ഓരോരുത്തരുടെയും ആത്മാക്കൾ. ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവർക്ക് സ്വന്തമാകേണ്ട സ്വർഗത്തെക്കുറിച്ച് പുണ്യപിതാക്കന്മാർ പറയുന്നത്, സ്വർഗത്തിൽ നമ്മൾ എത്തിക്കഴിയുമ്പം നമുക്ക് വേണ്ടി മാത്രം ഒരുക്കിയ പുണ്യ സങ്കേതമായി അത് നമുക്ക് അനുഭവവേദ്യമാകും. അത്രമാത്രം നമുക്ക് വേണ്ടി മാത്രം ഒരുക്കിയ ഒരു വിശുദ്ധ കൂടാരത്തെ വിട്ട് കളയാൻ മാത്രം ഭോഷന്മാരായി നമ്മൾ മാറാൻ പാടില്ല. പൗലോസ്ലീഹ ചോദിക്കുന്ന ചോദ്യം നമുക്കറിയാമല്ലോ. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം യേശുക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ മറ്റെല്ലാവരെയും കാൾ ഭോഷന്മാരാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം, ലക്ഷ്യം വെളിപ്പെടുന്നത് കർത്താവിൻ്റെ എന്നേക്കുമായിട്ടുള്ള കൂട്ടായ്മയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ മാത്രമാണ്. ബാക്കിയുള്ളതൊന്നും പരിഗണിക്കേണ്ട. പള്ളിയിൽ ഇത്ര കാലം പോയിട്ട് എനിക്ക് A+ കിട്ടിയില്ലല്ലോ, ഞാൻ തോറ്റുപോയല്ലോ, എൻ്റെ യാത്രയ്ക്കുള്ള വിസ ഇപ്പോഴും ആയിട്ടില്ലല്ലോ, എൻ്റെ വീട് പണി ഇപ്പോഴും നടന്നിട്ടില്ലല്ലോ എന്നുള്ള ദുഃഖമൊക്കെ വിട്ടുകളയാൻ സമയമായി. കാരണം അതിനുവേണ്ടി അല്ല ദൈവം നമ്മളെ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നേക്കും അവിടുത്തെ കൂടാരത്തിലെത്താനാണ്. ബാക്കിയുള്ളതൊക്കെ ചെറിയ കാര്യമാണ്. പൗലോസ്ലീഹ പറയുന്നത് പോലെ ബാക്കിയുള്ളതെല്ലാം യേശുക്രിസ്തുവിനെ പ്രതി ഞാൻ ഉച്ഛിഷ്ടമായിട്ട് കരുതുമ്പം ഉച്ഛിഷ്ടത്തെ നോക്കി വീണ്ടും സങ്കടപ്പെടുന്ന ചെറിയ മനുഷ്യരായി നമ്മൾ ചുരുങ്ങാൻ പാടില്ല. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അത്രമാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ചില കാര്യങ്ങളൊക്കെ ഡിനേ ചെയ്യപ്പെട്ടത് എന്തിനാണെന്നറിയാവോ? അത് ഡിനേ ചെയ്യപ്പെട്ടതുകൊണ്ടാണ് നീ കുറേ കാലമായിട്ട് പ്രാർത്ഥിക്കുന്നത്. അത് അതേ വഴി നൽകിയിരുന്നെങ്കിൽ അഹങ്കരിച്ച് തലകുത്തി താഴെ വീണേനെ, അല്ലെങ്കിൽ അതിൽ കുരുങ്ങിപ്പോയേനെ. നീ പ്രതീക്ഷിച്ചതിനേക്കാൾ മുകളിലുള്ള ഒരു ജീവിത പങ്കാളിയെ കിട്ടിയിരുന്നെങ്കിൽ നിൻ്റെ പ്രാർത്ഥനയെല്ലാം മുടങ്ങി അതൊരു വിഗ്രഹമായി നീ നശിച്ചു പോയേനെ. അതുകൊണ്ടാണ് പ്രാർത്ഥന കുറേ ആവശ്യമുള്ള ഒരാളെ ദൈവം നമുക്ക് തന്നതെന്നൊന്ന് ഓർത്താൽ പ്രിയപ്പെട്ടവരുടെ ജീവിതം മാറും. പരീക്ഷയ്ക്ക് ഒരു വട്ടം തോറ്റ്, രണ്ടാമത്തെ വട്ടം തോറ്റ്, മൂന്നാമത്തെ വട്ടം തോറ്റപ്പം നിരാശയിലേക്ക് കൂപ്പ് കൂത്താതെ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാനുള്ള തീ തന്നിട്ട് പരിശുദ്ധാത്മാവ് നിന്നെ നയിച്ചത് അത്രയും പ്രാർത്ഥിച്ച് ദൈവത്തിന് നിന്നെ ശുദ്ധീകരിച്ചെടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണെന്ന് ഒന്ന് വ്യത്യസ്തമായ മനോഭാവത്തോടെ ചിന്തിച്ചാൽ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ മാറും പ്രിയപ്പെട്ടവരെ. അതാണ് സത്യം. ആ സത്യം നമുക്ക് സാധാരണ ലോകത്തിൽ സാധാരണ ഭാഷയിൽ മനസ്സിലാകത്തില്ല എന്ന് മാത്രമാണ്. ആ സത്യം തിരിച്ചറിഞ്ഞാൽ ജീവിതം മാറും. ഒന്നും നഷ്ടമല്ല. യേശുക്രിസ്തുവിനെ നഷ്ടപ്പെടുന്ന ഒഴികെ
സ്വർഗം, വലിയ കൂട്ടായ്മ നഷ്ടപ്പെടുന്ന ഒഴികെ, അപ്പസ്തോലന്മാരുടെ വിശുദ്ധരുടെ മഹനീയ കൂട്ടായ്മയിൽ നിന്ന് മുറിക്കപ്പെടുന്ന ഒഴികെ ഒന്നും നഷ്ടമല്ല. ഈ ഭൂമിയിൽ ആരൊക്കെയോ ഒഴിവാക്കിയത് നഷ്ടമല്ല പ്രിയപ്പെട്ടവരെ. ആരൊക്കെയോ എന്നെ മൈൻഡ് ചെയ്യാത്തത്, എനിക്ക് മാത്രം ഗുഡ് മോർണിംഗ് കിട്ടാത്തത്, എന്നെ മാത്രം പ്രത്യേക കാര്യത്തിന് ക്ഷണിക്കാത്തത്, എനിക്ക് മാത്രം ഒരു ബിരുദമേശകൾ ഒഴുക്കപ്പെടാത്തത്, എന്നോട് മാത്രം എന്തൊക്കെയോ നീതി നിഷേധങ്ങൾ കാണിക്കുന്നത്, ഒന്നും ഒരു കുറവായി ചിന്തിച്ച് ഭാരപ്പെട്ട് വിഷാദത്തിലേക്ക് ആണ്ട് പോകരുത്. കാരണം അതിന് മുകളിലുള്ള ഉന്നതമായ കാര്യത്തിലേക്ക് നോക്കി, ഉത്ഥാനം ചെയ്ത കർത്താവിനെ നോക്കി ജീവിക്കേണ്ടവരാണ് ക്രിസ്ത്യാനി എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ നമ്മൾ പങ്കുവെച്ച ഈ പരിഗണനാ വിഷയങ്ങൾ, ലോകത്തിൻ്റെ സമൃദ്ധി, അതിൻ്റെ ആഘോഷങ്ങളെ സംബന്ധിച്ചാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആഴം, അതിൻ്റെ സമൃദ്ധി അളക്കുന്നതെങ്കിൽ അപ്പസ്തോലന്മാരെ പോലെ മണ്ടന്മാരും ഇല്ലായിരുന്നു. ഭൂമിയിൽ ജീവിച്ച് കടന്നുപോയ വിശുദ്ധാത്മാക്കളെ പോലെ ഭോഷന്മാരും ഇല്ലായിരുന്നു. അത്രമാത്രം നികൃഷ്ട ജീവികളായിട്ട് അവരെണ്ണപ്പെട്ടു. അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കപ്പെട്ടു. അവർ നിരന്തരം വലിച്ചെടുക്കപ്പെട്ടു. പൗലോസിനെ കണക്ക് വലിയ മൂല്യത്തോടെ, വിലയോടെ, അയാളുടെ മതത്തിൽ അയാൾ വളരെ ആഘോഷത്തോടെ ജീവിച്ച ഒരാൾ യേശുക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ് അന്ന് മുതൽ കല്ലേറിൽ 2 കോറിന്തോസ് അവസാന ഭാഗത്ത് നമ്മൾ വായിക്കണം. ആവർത്തിച്ച് യേശുക്രിസ്തുവിനെ പ്രതി സഹിക്കേണ്ടി വന്ന പീഡകളുടെ വലിയ കണക്ക് അയാൾ ഓർമ്മിപ്പിക്കുമ്പം പ്രിയപ്പെട്ടവരെ, അത് നമ്മളെ ഈ കാലം അത്രയും കർത്താവിൻ്റെ സ്വന്തം എന്ന് പറഞ്ഞ് യാത്ര ചെയ്ത് നമുക്ക് എന്ത് പാടാനുള്ളത്? യേശുക്രിസ്തുവിനെ പ്രതി സഹിച്ചതിൻ്റെ എന്തെങ്കിലും പാട് നമ്മുടെ ഹൃദയത്തിലുണ്ടോ? സഹനത്തിൻ്റെ എന്തെങ്കിലും നമ്പരം നമ്മുടെ ഓർമ്മയിലുണ്ടോ? അതില്ലാത്ത യാത്രയ്ക്ക് കുറവുണ്ട് കേട്ടോ. യേശുക്രിസ്തുവിനെ പ്രതി സഹിക്കാനുകൂടിയുള്ള കൃപ ദൈവം നമുക്ക് തന്നിട്ട് വളരെ കംഫർട്ടബിളായിട്ട് എല്ലാം ഒരുക്കപ്പെടുമ്പം കർത്താവിന് സ്തുതി സ്തോത്രം പറയുകയും ഏതെങ്കിലും കാര്യം ഡിനേ ചെയ്യുമ്പം കർത്താവ് എന്ത് ചെയ്യും, ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഔട്ടായെന്നാ തോന്നുന്നതെന്ന് പറഞ്ഞ് കർത്താവിനെ ഭാരത്തോടെ നോക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രകൃതം മാറ്റാൻ സമയമായി പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സ്വർഗീയ രഹസ്യങ്ങളെ ഗാഢമായ ബോധ്യത്തോടെ സ്വീകരിക്കുവാൻ, ഹൃദയം തുറന്നു കിട്ടാൻ മക്കൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക. അതുകൊണ്ട് ഈ സമയം പറയുന്ന വചനങ്ങൾ അതിൻ്റെ മുഴുവൻ അർത്ഥത്തിൽ സ്വീകരിക്കാനുള്ള ദൈവശക്തി മക്കൾക്ക് ഈ സമയം കർത്താവ് തരട്ടെ. പഴയ നിയമത്തിൽ പ്രിയപ്പെട്ടവരെ സ്വർഗത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന വചനഭാഗങ്ങൾ മാത്രം ഒന്ന് വേഗം വായിക്കുകയാണ്. നിയമാവർത്തനം 26-ാം അധ്യായം 15-ാമത്തെ വചനം, അങ്ങ് വസിക്കുന്ന വിശുദ്ധ സ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കടാക്ഷിക്കണമേ. വീണ്ടും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനങ്ങളിൽ ഏതാനും വചനങ്ങൾ മാത്രമാണ് അച്ഛൻ വായിക്കുന്നത്. സങ്കീർത്തനം 57 2ഉം 3ഉം വചനങ്ങൾ, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ, അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ച് എന്നെ രക്ഷിക്കും. വീണ്ടും സങ്കീർത്തനം 73-25 എല്ലാവർക്കും അറിയാവുന്ന വചനം, സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്, ഭൂമിയിലും അങ്ങയല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല. എന്തൊരു ബോധ്യമാണ് സങ്കീർത്തകൻ ഏറ്റു പറയുന്നത്. വീണ്ടും പ്രിയപ്പെട്ടവർ, യെശയ്യാ 63:15, സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ വിശുദ്ധവും മഹത്വപൂർണവുമായ വാസസ്ഥലത്തു നിന്ന് നോക്കിക്കാണുക, അങ്ങയുടെ തീഷ്ണതയും ശക്തിയും എവിടെ. വീണ്ടും പ്രിയപ്പെട്ടവർ, ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 10-ാമത്തെ വചനം, നമ്മുടെ മക്കളൊക്കെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ച് പരീക്ഷയ്ക്ക് മാത്രം ജയിക്കുന്ന വചനം. പ്രിയപ്പെട്ടവർ, അതങ്ങനെയല്ല ആവേണ്ടതെന്നും അത് സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യാൻ സഹായിക്കുന്ന ജ്ഞാനമാണെന്നും തിരിച്ചറിഞ്ഞ് ഇന്നു മുതൽ മാറ്റി വായിക്കണം. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന്, അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന്, അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ, സ്വർഗത്തിലേക്ക് വഴി കാട്ടുന്ന ജ്ഞാനത്തെ അയച്ചു തരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. വീണ്ടും പ്രിയപ്പെട്ടവരെ, നമ്മൾ പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പുതിയ നിയമം മുഴുവൻ സ്വർഗമാണ്. കാരണം ഈശോ ഈ ഭൂമിയിലേക്ക് വന്നിറങ്ങിയപ്പോഴേ സ്വർഗം ഭൂമിയിലേക്ക് വന്നിറങ്ങി. സ്വർഗത്തിലെ മാലാഖമാർ മൊത്തം പാട്ടു തുടങ്ങി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് വലിയ ഭാഗ്യം. ക്രിസ്മസിന് അടുക്കുന്ന സമയത്ത് നമ്മൾ ഓർമ്മിക്കണം, ഭൂമിയിലെ സ്വർഗം ഇറങ്ങിയ രാവ് നമ്മൾ ഓർമ്മിക്കുമ്പം പ്രിയപ്പെട്ടവരെ, ഏത് രാവിലും ഏത് ഇരുട്ടിലും ഈശോ ഉണ്ടെങ്കിൽ അവിടെ ഒരു വെട്ടമുണ്ടെന്ന് സത്യം നമ്മൾ തിരിച്ചറിയണം. ഈശോ ഈ ഭൂമിയിൽ പിറന്നത് രാത്രിയിലാണ്, അതും നല്ല 12 മണി രാവിലെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ രാത്രിയിൽ ആട്ടിടയന്മാരെയൊക്കെ ഉണർത്തിക്കൊണ്ട് മലാഖ കൂട്ടായ്മ ആ ആട്ടിടയന്മാരെ പുൽക്കൂട്ടിലേക്ക് ആനയിക്കുന്ന ആ കാര്യങ്ങളെല്ലാം ധ്യാനിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ നമുക്കറിയാം, രാത്രിയിലായിട്ട് പോലും അന്ന് അവിടെ ഉണ്ടായ വെട്ടം പ്രപഞ്ചത്തെ മുഴുവൻ
വല്ലാതെ വ്യത്യാസപ്പെടുത്തി. ആ പാവപ്പെട്ട ആട്ടിടയന്മാർക്ക് വല്ലാതെ വെളിച്ചം കിട്ടി. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാമോ? എല്ലാവർക്കും അറിയാവുന്ന കാര്യം അച്ഛൻ വീണ്ടും പറയുകയാണ്. കാൽവരിയിൽ ഈശോ മരിക്കുമ്പം ഭൂമിയിൽ അത് നമ്മൾ കാണുന്നത് ഉച്ച കഴിഞ്ഞുള്ള 3 മണി സമയമാണ്. ആ സമയത്ത് നല്ല ചുട്ടുപൊള്ളുന്ന വെയിലിലാണ് ഈശോയുടെ മരണം സംഭവിച്ചത്. പക്ഷേ ഈശോയുടെ മരണത്തെ ഓർമ്മിപ്പിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ അടയാളം എന്താണ്? ഈശോ മരിച്ചു. ഭൂമി മുഴുവൻ അന്ധകാരമായി, സൂര്യൻ കെട്ടു. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ ജീവിതത്തെ സംബന്ധിച്ചുള്ളൊരു ധ്യാനം ഇത്. നമ്മുടെ ജീവിതം അന്ധകാരവൃതമാകുന്നത് വലിയ ഭയവും ആശങ്കയും ശൂന്യതയും ഭാവിയെക്കുറിച്ചുള്ള കടുത്ത ഉത്കണ്ഠയും ഒക്കെ കടന്നു വരുന്നത് ദൈവസാന്നിധ്യം കെട്ടുപോകുമ്പോഴാണ്. ഈശോയുടെ സാന്നിധ്യം കെട്ടുപോകുമ്പം എൻ്റെ ഉള്ളം കെട്ടുപോകുന്നു. എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ ഉത്കണ്ഠാകുലമാകുന്നു, നിരാശ ഉരുണ്ടുകൂടുന്നു. പക്ഷെ സ്വർഗം മണ്ണിലിറങ്ങുന്ന സമയങ്ങളെല്ലാം പ്രകാശിതമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഈ ഭൂമിയിൽ പുതിയ നിയമത്തിൻ്റെ മക്കളെന്ന നിലയിൽ, ഈശോയുടെ ഉത്ഥാനത്തിൽ പങ്കുചേരുന്ന മക്കളെന്ന നിലയിൽ നമുക്കൊപ്പം സ്വർഗം ഉണ്ടെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഏത് അന്ധകാരത്തിലും പ്രകാശം ഉദിക്കും. കുർബാന സ്വീകരിച്ച മക്കളാണെന്നുള്ള സത്യം നമ്മളൊന്ന് ഓർത്തേ. കുർബാനയിൽ, ഈ ഭൂമിയിലെ സ്വർഗം പരിശുദ്ധ കുർബാനയാണെന്ന് നമുക്കറിയാം. ഈ ഭൂമിയിലെ തിരുസഭയിൽ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തപ്പെട്ട ഏറ്റവും വലിയ സ്വർഗം മുഴുവൻ മണ്ണിലിറങ്ങുന്ന സമയം അത് കുർബാനയുടെ സമയമാണ്. സ്വർഗത്തെക്കുറിച്ച് ഉള്ള മുഴുവൻ ചിന്തകളും പൂർണ്ണമാകും വിധം, ഈ ഭൂമിയുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് പൂർണ്ണമാകും വിധം നമുക്കത് വെളിപ്പെട്ട് കിട്ടുന്ന പരിശുദ്ധ കുർബാനയിൽ, പ്രിയപ്പെട്ടവരെ, അവിടെ കുർബാന അർപ്പിക്കുന്നത് ഈശോയാണ്. ആ കുർബാനയുടെ ആരാധന ഉയരുമ്പം ആ കുർബാനയുടെ ആരാധന സ്വീകരിക്കുവാൻ പിതാവായ ദൈവം നമുക്കൊപ്പം. പക്ഷെ തൃത്വത്തിൻ്റെ ജീവനുള്ള സാന്നിധ്യം മുഴുവനായും കുർബാനയിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന്, അങ്ങയുടെ പരിശുദ്ധ റൂഹായാൽ അങ്ങയുടെ ബലിവേദിയിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന ഈശോ മിശിഹായുടെ ശരീരത്തിൻ്റെ മേൽ അങ്ങയുടെ ചൈതന്യം വന്ന് നിറയട്ടെ എന്ന് പരിശുദ്ധമായ ആരാധനക്രമത്തിൽ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പം കുർബാനയിൽ അവിടുത്തെ ജീവനുള്ള ശരീരരക്തങ്ങളായി, മിശിഹായുടെ ശരീരരക്തങ്ങളായി വലിയ വസ്തുക്കൾ രൂപാന്തരപ്പെടുന്നു. പക്ഷെ തൃത്വത്തിൻ്റെ മഹത്വമുള്ള സാന്നിധ്യത്തിൽ മാലാഹ വൃന്ദങ്ങളും വിശുദ്ധാത്മാക്കളും ശുദ്ധീകരണാത്മാക്കളും ഒരുമിച്ച് കൂട്ടായ്മയായി മാറുന്നുവെന്ന് സഭ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കുർബാനയെ തൊട്ട് ജീവിക്കുന്ന നമ്മൾ സ്വർഗത്തെ തൊട്ട് ജീവിക്കുക. ഈ തിരിച്ചറിവില്ലാത്തത് കൊണ്ട് കുർബാന നമുക്ക് അനുഭവമായിട്ട് മാറുന്നില്ല. കുർബാനയുടെ വലിയ അനുഗ്രഹം പ്രിയപ്പെട്ടവർ, ഈ കാലഘട്ടത്തിൽ നമ്മളിൽ വീണ്ടും ജീവൻ വെക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. കൊറോണയൊക്കെ മൂലം കുർബാന ഓൺലൈനിലൊക്കെ ആവർത്തിച്ച് കണ്ട് ഇനി വീട്ടിൻ്റെ ഏതെങ്കിലും കോണിലിരുന്ന് കുർബാന കണ്ടാൽ മതിയെന്ന് ഒക്കെ വിചാരിക്കുന്ന യൗവനങ്ങളുണ്ടാകാം. നീ പള്ളിയിൽ പോയില്ലെങ്കിൽ എന്തെന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. ഈ അടുത്ത് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, ഓൺലൈനിലൂടെ ആവർത്തിച്ച് കുർബാന കണ്ട് അങ്ങനെ കടന്നു പോകുന്ന ഒരു യാത്ര അപകടകരമാണ്. ഓൺലൈൻ മീഡിയയിലൂടെ കുർബാന കാണുന്നതിൻ്റെ അപകടമല്ല പറയുന്നത്, അതൊരു മനോഭാവമായി ഇനി പള്ളി പോയില്ലേലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു അപകടം. 2, കുർബാനയുടെ കൂദാശ അനുഭവം, ഈശോയുടെ സാന്നിധ്യം എനിക്ക് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അതൊരു അപകടമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈശോ പാദ്രപ്പി ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാദ്രപ്പി പറയുന്ന വാക്കിങ്ങനെയാണ്. അദ്ദേഹം പറയും, ഈ ഭൂമിയിൽ ഒരു ദിവസം സൂര്യൻ കെട്ടുപോയാൽ ഭൂമി ജീവിക്കുമായിരിക്കും. പക്ഷേ ഒരു ദിവസം കുർബാന ഇല്ലാതായാൽ ഭൂമി നശിക്കും, ഭൂമി ഇല്ലാതാകും. നമുക്കിന്നറിയാമല്ലോ, ഓരോ ദിവസവും 4.5 ലക്ഷത്തിലധികം പരിശുദ്ധ കുർബാനകൾ ഭൂമിയിൽ അർപ്പിക്കപ്പെടുന്നുണ്ട്. ഭൂഖണ്ഡങ്ങളുടെ പല ദിക്കുകളിൽ അത് എല്ലാ മണിക്കൂറിലും കുർബാന അർപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ആ അനുഗ്രഹത്തിലാണ് ഭൂമി നിലനിൽക്കുന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് പുതിയ നിയമത്തിൽ സ്വർഗം നമ്മൾ ധ്യാനിക്കുമ്പം നമ്മുടെ കൂടെ സ്വർഗമുണ്ട്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്ന കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ഈശോ മിശിഹ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ആദ്യ സമയത്ത് തന്നെ സ്വർഗം മണ്ണിലിറങ്ങി. സ്വർഗത്തിൻ്റെ വലിയ മഹത്വം മാലാഖമാരുടെ സാന്നിധ്യമായിട്ട് നമ്മൾ കണ്ടു. ആ യാത്ര തുടരുകയാണ് ഇന്നും നമുക്കൊപ്പം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ വിദൂരത്തിൽ എവിടെയോ കാണുന്ന ഒരു സ്വപ്നമല്ല സ്വർഗമെന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. നമുക്കൊപ്പമുണ്ട്. അതതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന സമയമാണ് നമ്മുടെ മരണത്തിന് ശേഷം പരിപൂർണമായ മുഖാഭിമുഖമായ ദർശനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. അതിനാൽ ഈ സമയം പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിൽ ഈശോ മിശിഹ സ്വർഗവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഏതാനും ചില റെഫറൻസുകൾ
നമ്മൾ ഈ സമയം വേഗം പങ്കുവെച്ച് മരണശേഷമുള്ള സ്വർഗത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ ഈ സമയം സഭയുടെ പഠന പ്രബോധനം അനുസരിച്ച് അറിയാൻ ശ്രമിക്കുകയാണ്. ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കുക, സ്വർഗത്തിൽ വസിക്കുന്ന പിതാവായിട്ടാണ് ഈശോ ദൈവത്തെ അവതരിപ്പിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9-ാമത്തെ തിരുവചനം എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പ്രിയപ്പെട്ടവരെ, ഈശോ അബ്ബാ പിതാവേ എന്ന് വിളിച്ച അതേ അപ്പനെ നമുക്ക് അപ്പനായി തരുന്നു എന്നുള്ള വലിയ സ്നേഹം നമ്മൾ എത്രത്തോളം വിലയുള്ളവരാക്കി മാറ്റുന്ന സത്യം നമ്മൾ തിരിച്ചു. നമ്മൾ മക്കളാണ്, ദൈവത്തിൻ്റെ മക്കള്. വില കെട്ടവരല്ല, വില കുറഞ്ഞവരല്ല, ആർക്കും വേണ്ടാത്തവരല്ല, അനാഥരല്ല, അവശരല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ മക്കൾ. ഈ ഒരു ബോധ്യമുണ്ടോ? ഈ ബോധ്യത്തിൻ്റെ അനുഗ്രഹത്തിൽ ജീവിക്കുന്ന ഒരു മകൻ മകളായി മാറിയാൽ എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ നിറയും, എല്ലാ കൃപകളും നിറയും, സമൃദ്ധി കിട്ടും. പഞ്ഞുള്ളവരല്ല നമ്മൾ, വറ്റിപ്പോയവരല്ല നമ്മൾ, വരണ്ടു പോയവരല്ല നമ്മൾ, ഒന്നുമില്ലാത്തവരല്ല, ദൈവത്തിൻ്റെ മക്കളാ. ഈ ബോധ്യത്തോടെ ജീവിക്കുന്നവരുടെ അഭിമാനത്തിൽ ജീവിക്കാൻ മറ്റുള്ളവരുടെ കൈനീട്ടിയും മറ്റുള്ളവരെ ആശ്രയിച്ചും മനുഷ്യനെ ചാരിയുള്ള യാത്ര അവസാനിപ്പിക്കാൻ സമയമായി. മനുഷ്യൻ്റെ മുമ്പിൽ ചാരിയാണ് നമ്മുടെ യാത്രയെങ്കിൽ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, മടുത്ത് ക്ഷീണിച്ച് നമ്മൾ വല്ലാതാകും. മനുഷ്യനെ വിട്ടിട്ട് എൻ്റെ ദൈവം എന്നെ സഹായിക്കും. അന്ന് ദാനിയേൽ പറഞ്ഞില്ലേ, ദൈവമേ അങ്ങനെ ഓർമ്മിച്ചല്ലോ, അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരിക്കലും മറക്കുകയില്ലല്ലോ. ഈ ഓർമ്മയാ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത്. ദാനിയേലിനെ സഹായിച്ച സത്യത്തിൽ ഹബക്കൂക്ക് എന്ന പ്രവാചകനാ. പറയേണ്ടത് ചേട്ടൻ്റെ പേരെന്താന്നൊക്കെയാ. അപ്പോഴേ പറഞ്ഞേനെ ഹബക്കൂക്ക്, ചേട്ടനെ വിട്ട ആളെ സമ്മതിച്ചിരിക്കുന്നു, ചേട്ടൻ കൊള്ളാം എന്നൊന്നും അല്ല ദാനിയേൽ പറഞ്ഞത്. ആ രണ്ടുപേരും പ്രവാചകന്മാരായതുകൊണ്ട് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അവർ പറഞ്ഞ വാക്കുകൾ അറിയാലോ. ഹബക്കൂക്ക് ദൈവത്താൽ അയക്കപ്പെട്ട് ഈ ബാബിലോൺ എവിടെയാണെന്ന് അറിയാതെ, ദാനിയേൽ ആരാണെന്ന് അറിയാതെ, ദാനിയേൽ കിടക്കുന്ന സിംഹക്കുഴിയുടെ മുകളിൽ അപ്പവും കറിയൊക്കെ ആയിട്ട് ദാനിയേലിനെ കൊടുക്കാൻ വേണ്ടി വരുമ്പം ആ ഹബക്കൂക്ക് എന്ന പ്രവാചകൻ പറഞ്ഞ വാക്കിൽ പ്രിയപ്പെട്ട ദൈവമഹത്വമുണ്ട്. അദ്ദേഹം പറയുകയാണ്, നമ്മളൊക്കെ പറയുന്ന ശൈലിയിലല്ല, ഞാൻ കൊണ്ടുവന്നത്, ഞാൻ തന്നത്, ഞാൻ കൊണ്ടുവന്ന് കഴിച്ചിട്ടല്ലേ എല്ലാവരും വളർന്ന്. നമ്മുടെ കണക്ക് പറച്ചിലുകളൊക്കെ അവസാനിപ്പിക്കാനുള്ള സമയമായി. കൈ പൊക്കണമെങ്കിൽ കർത്താവിൻ്റെ കൈകൾ സഹായം കിട്ടണം. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യവും ചെയ്തിട്ടില്ല, നമ്മളൊന്നും നന്നായി ചെയ്തിട്ടില്ല, എല്ലാം കർത്താവ് ചെയ്തതാന്നുള്ള തികഞ്ഞ ബോധ്യം. അതാണ് ആത്മീയത. ഒന്നും ഞാൻ ചെയ്തതല്ല, ഒന്നും ചെയ്യാനുള്ള കഴിവില്ല, അത് പറ്റാത്ത വിധം നിസ്സഹായനാ ഞാൻ. പൗലോസ്ലീഹ പറയുന്നത് പോലെ ഞാൻ ദുർഭകനായ മനുഷ്യൻ. ദൈവസഹായം, കർത്താവിൻ്റെ കരുണ, എന്തൊരു അഹങ്കാരം എനിക്ക് നിങ്ങൾക്കൊക്കെ. നമ്മൾ ചെയ്തു എന്നുള്ള ചിന്തയിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു ചിന്തയെ അഭിരമിപ്പിച്ചുകൊണ്ട് നമ്മൾ സന്തോഷിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങൾക്കും പറ്റുന്ന ഈ കുറവിനെ കർത്താവിന് മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് കിടന്ന് നമ്മൾ എടുത്തു മാറ്റണം. ഹബക്കൂക്ക് പറയുന്നത്, ദാനിയേലേ, ദൈവം നിനക്ക് വേണ്ടി കൊണ്ടുവന്ന അപ്പം കഴിച്ചാലും. ദാനിയേൽ പറയുന്നത്, ദൈവമേ അങ്ങനെ ഓർമ്മിച്ചല്ലോ, അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരിക്കലും മറക്കുകയല്ലോ. ഈ ബോധ്യത്തോടെ ജീവിതത്തെ ഒന്ന് നവീകരിക്കാവോ? സ്വർഗത്തിലെത്തും. അഹങ്കാരം എല്ലാം വിട്ടുപോകും, എല്ലാ മാത്സര്യങ്ങളും മാറും, എല്ലാം ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മക്കളാണെന്നുള്ള തികഞ്ഞ അഭിമാനബോധത്തോടെ ജീവിക്കാൻ ഈശോ നമ്മളെ പഠിപ്പിച്ച മനോഹരമായ പ്രാർത്ഥന, സ്വർഗത്തിലെ ഞങ്ങളുടെ അപ്പാ. സ്നേഹത്തോടെ വിളിക്കാൻ പറ്റിയാൽ തന്നെ സ്വർഗത്തോട് ബന്ധമുണ്ടാകും. വീണ്ടും പ്രിയപ്പെട്ടവരെ, നമ്മൾ അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായം 55-ാമത്തെ വചനത്തിൽ നമ്മൾ ഇന്നലെയും കണ്ടതാണ്. എസ്തഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. അവിടെ പിതാവിൻ്റെ വലതുവശത്ത് ഈശോയെ കണ്ടു. ഈ ബോധ്യത്തിൽ വേണം ക്രിസ്ത്യാനി യാത്ര ചെയ്യാൻ. നമ്മുടെ ഭീതിയെല്ലാം മാറാനുള്ള മാർഗം പ്രിയപ്പെട്ടവരെ നമുക്കറിയാം. നമ്മളൊരു നിമിഷം അച്ഛനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ വിദൂര യാത്രകൾ എപ്പോഴെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തേക്ക് മറ്റൊരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ മറ്റെവിടെയെങ്കിലുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ യാത്ര പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു അപരിചിതമായ സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തുമാത്രം ആകുലത ഉത്കണ്ഠയാണ് നമുക്കുണ്ടാകും. പക്ഷേ നമ്മൾ ഏത് വിദൂര സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിലും അവിടെ നമ്മളെ സ്വീകരിക്കാൻ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നമുക്ക് എപ്പോഴും സുരക്ഷിതത്തോടെ ഏത് രാവിലും പകലിലും ഒരുപോലെ നമ്മളെ സ്നേഹിക്കുന്ന, പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരാൾ നമ്മളവിടെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ എന്തൊരാശ്വാസമാണ്. അത് യൂറോപ്പാണേലും ആഫ്രിക്ക ആണേലും അമേരിക്ക ആണേലും
അന്റാർട്ടിക്ക ആണെങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ, അവിടെ കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഒരാളാണെങ്കിൽ, ആ ആളെ നമുക്ക് ഈ ഭൂമിയിൽ ഏറ്റവും വിശ്വാസവും സ്നേഹമുള്ള ഒരാളാണെങ്കിൽ അവിടേക്ക് പോകുന്നതിന് എന്തൊരു ആനന്ദ വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, മരണം ഭയാനകമാകുന്നതും സ്വർഗത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും നിത്യവിധിയെക്കുറിച്ചും ഒക്കെ പറയുമ്പം ഭയം തോന്നുന്നതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം അറിയാവോ? ഈശോ മിശിഹ എന്ന സ്വർഗത്തിൽ എന്നെ സ്വീകരിക്കാനിരിക്കുന്ന കർത്താവുമായിട്ടുള്ള ബന്ധമില്ലാത്തതുകൊണ്ടാണ്. ആ കർത്താവ് എനിക്ക് പ്രിയപ്പെട്ടവനാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, മരണം നമുക്ക് ഭയത്തിൻ്റെ വിഷയം അല്ലാന്ന് മാത്രമല്ല, സ്വീറ്റ് മെമ്മറി ആയിട്ട് മാറും. വിശുദ്ധാത്മാക്കൾ മരണനേരങ്ങളിൽ എന്ന ചിന്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചിന്തയല്ല സത്യം. അൽഫോൻസാമ ഈ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയതിനെക്കുറിച്ച് പാലാ ഭാഷയിൽ അൽഫോൻസാമ, എന്തൊരു രസം, ദൈവത്തെ കണ്ടിട്ട്, ഈശോയെ കണ്ടിട്ട് ആ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയിലാണ് മരണത്തെ സ്വീകരിക്കുന്നത്. അന്തോനിയോസ് പുണ്യാളച്ചനെക്കുറിച്ച് അച്ഛൻ കേട്ടത്, അദ്ദേഹത്തിൻ്റെ മരണനേരത്ത് അദ്ദേഹത്തിൻ്റെ സഹോദര വൈദികരും കൂട്ടായ്മയിലുള്ളവരൊക്കെ അദ്ദേഹത്തിൻ്റെ കട്ടിലിന് ചുറ്റും നിൽക്കുമ്പം ഒരാളിങ്ങനെ അല്പം പ്രായമുള്ളൊരച്ഛൻ അദ്ദേഹത്തിൻ്റെ അരികിൽ, മരണാസന്നനായി കിടക്കുന്ന അന്തോനീസിൻ്റെ അരികിൽ ഒരു കസേരയിൽ ഇരിക്കുകയാണ്. അപ്പം പെട്ടെന്ന് അന്തോനീസ് പറയാണ്, അച്ഛനൊന്ന് എഴുന്നേക്കാവോ? അച്ഛനാകെ ക്ഷീണമുള്ള അച്ഛന് വിഷമായി. എന്താ? അല്ല, ഈശോ വരുന്നു, ഈശോയ്ക്ക് കസേരയില്ല, ഈശോ വരുന്നു, മാതാവ് ഉണ്ട്. നമ്മളെന്തായിരിക്കുമോ കാണാൻ പോകുന്നത്? നമ്മൾ ആരോടാണ് ചായ്വ്? അവരെയൊക്കെ കാണാൻ സാധ്യതയുണ്ട്. വോൾട്ടയർ എന്ന നാസ്തികനെ അയാളുടെ മരണദിനങ്ങളിൽ ശുശ്രൂഷിച്ച ഒരു നേഴ്സ് പറഞ്ഞ വാക്കുണ്ട്, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒന്നിലും ആശ്രയമില്ലാത്ത ഒരാളെ ഞാൻ ശുശ്രൂഷിക്കത്തില്ല. മരണനേരത്ത് പ്രത്യേകിച്ച് ദൈവത്തിൽ ആശ്രയം വെക്കാതെ ഈ മണ്ണിൽ എന്തൊക്കെയോ വലിയ ഫിലോസഫി പറഞ്ഞ് ജീവിച്ച ഈ മനുഷ്യൻ അയാളുടെ മരണനേരത്ത് മരണപ്രാളം കാണിച്ചപ്പം കൂടെ ശുശ്രൂഷിക്കുന്നവർക്ക് സഹിക്കാൻ പറ്റുന്നില്ലാത്ത ഭീതി അയാൾ കൊടുത്തു. അത്രമാത്രം ഭീതി. പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ ആവർത്തിച്ച് കാണുന്ന ലോകത്തിൽ, ഈ ലോകത്തെ ഇങ്ങനെ വലുതാക്കാൻ വേണ്ടി ഈ ലോകത്തിൻ്റെ വലിപ്പങ്ങളിൽ മാത്രം അഭിരമിച്ചുകൊണ്ട് യാത്ര ചെയ്ത അനേകർ അവരുടെ ജീവിതത്തിൻ്റെ നിർണായക സമയങ്ങളിൽ വല്ലാതെ വെപ്രാളം കാണിക്കുന്നതും പരവേശം കാണിക്കുന്നതും ആർത്തി കാണിക്കുന്നതും വീണ്ടും ജീവിക്കാനുള്ള കൊതി കാണിച്ചിട്ട് അത് സാധ്യമല്ലാത്ത വിധം അവരിൽ നിന്ന് അത് അകന്നു പോകുമ്പോൾ വല്ലാതെ പരവേശത്തോടെ എവിടെ ഒരാശ്രയമില്ലാതെ പിടിച്ചു നിൽക്കാനുള്ള നിക്കക്കള്ളി ഇതാതെ പ്രയാസപ്പെടുന്ന ഒരു കാലത്ത് സമയത്ത് ദൈവത്തിൽ വിശ്വസിച്ച് യാത്ര ചെയ്യുന്ന ഒരു ആത്മാവിൻ്റെ ഏറ്റവും വലിയ ആശ്വാസം മരണനേരത്തോട് അടുക്കുമ്പോൾ ഒരു ആശ്വാസമാണ്. അത് ലഭിക്കണമെങ്കിൽ ഇന്ന് ഈ പ്രായത്തിൽ ഒരുങ്ങണം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, യൗവനത്തിലെ ദൈവത്തെ അറിയുന്നവൻ ഭാഗ്യവാൻ, അവനാ ഭാഗ്യവാൻ. ഇത് ഓർമ്മയുള്ള ബുദ്ധി കെട്ടുപോയിട്ടില്ലാത്ത ഈ സമയമാണ് യൗവനം. പ്രായമല്ല, ബുദ്ധി കെട്ടുപോയിട്ടില്ലാത്ത ഈ സമയം നിൻ്റെ യൗവനമായിട്ട് കണ്ട് ദൈവത്തെ, ഈശോ മിശിഹായെ അപരിചിതനായിട്ട് കാണാതെ കൂടെ യാത്ര ചെയ്യുന്ന സഹയാത്രികനായിട്ട് കണ്ട് അവനോടൊപ്പം ചങ്ങാത്തം കൂടിയാൽ മരണം അപരിചിതമായിട്ട് അനുഭവപ്പെടത്തില്ല. കാരണം കാത്തു നിൽക്കുകയാണ് ഒരാൾ, മറുതീരത്ത് കാത്തു നിൽക്കുകയാണ്. നിൻ്റെ ദൈവം കാത്തു നിൽക്കുക. അതാണ് എസ്തഫാനോസ് കണ്ട സ്വർഗം. കാത്തു നിൽക്കുന്ന കർത്താവാണ് സ്വർഗം. പ്രിയപ്പെട്ട, സ്വർഗത്തിന് ഒരൊറ്റ പേരിടാമെങ്കിൽ ഈശോ എന്ന് നമുക്ക് പറയാം. കാരണം നമ്മളെ അവിടെ ആദ്യം കാണുന്ന ഈശോ ആയിരിക്കും. സ്വർഗം സമം ഈശോ. ഈ ഭൂമിയിൽ കുർബാനയായിട്ട് ബന്ധമുണ്ടെങ്കിൽ, ദൈവവചനമായിട്ട് ബന്ധമുണ്ടെങ്കിൽ, കർത്താവുമായിട്ടുള്ള യാത്രകൾക്ക് നിനക്ക് വില കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിന്നെ പുഞ്ചിരിയോടെ അവൻ കാത്തു നിൽക്കും. അങ്ങനെയല്ല എങ്കിൽ അവൻ നമ്മെ നോക്കത്തില്ല എന്ന് അറിയില്ല പറയുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈശോ തന്നെ പറഞ്ഞുകൊണ്ട്, ആകാശവും ഭൂമിയും കടന്നു പോയാൽ എൻ്റെ വാക്കുകൾക്ക് മാറ്റം സംഭവിക്കില്ല എന്ന് പറഞ്ഞവൻ പറഞ്ഞ വാക്കാണ്, ഈ ഭൂമിയിൽ എൻ്റെ നാമത്തെ നിഷേധിച്ചവരെ, തള്ളിപ്പറഞ്ഞവരെ. ഈശോ പറഞ്ഞ വാക്കായതുകൊണ്ട് അത് അധിക പ്രസംഗമല്ല. പിതാവിൻ്റെ മുമ്പിൽ, മാലാഖമാരുടെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. എന്താ തള്ളിപ്പറയുന്നത്? അറിയുകയില്ലെന്ന്. ആ വാക്ക് നമ്മുടെ നേരെ വരാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് എളിമപ്പെടാം. ഈശോയെ നമ്മുടെ കുറവിൽ നമുക്ക് അന്വേഷിക്കാം. വൈകിപ്പോകരുത്. അത്രമാത്രം സുപ്രധാനമാണ് ഈ കാര്യമെന്ന് നമ്മൾ തിരിച്ചറിയണം. വീണ്ടും പ്രിയപ്പെട്ടവരെ, ഏതാനും ചില വാക്കുകൾ കൂടി. ഈശോ ഭൂമിയിലേക്ക് വന്നത് സ്വർഗത്തിൽ നിന്നാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷം 3:13 പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്ന് ഈശോ പറയുമ്പം ഈശോയിലൂടെ മാത്രമാണ് ഈശോയുടെ പ്രിയപ്പെട്ടവരെല്ലാം സ്വർഗത്തിലെത്തിയതെന്നുള്ള സത്യം കൂടെ നമ്മൾ തിരിച്ചറിയണം. നമ്മളുടെ പ്രിയപ്പെട്ട വിശുദ്ധാത്മാക്കളെല്ലാം നമ്മൾ സ്നേഹത്തോടെ ഈ ഭൂമിയിൽ മാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഓർമ്മിക്കണം,
അവരെല്ലാം ഈശോ മിശിഹായെ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് മാനിച്ചത് കൊണ്ടാണ് അവർക്ക് സ്വർഗം ഏറ്റവും വിശേഷപ്പെട്ട സ്ഥലമായിട്ട് മാറിയത്. കാരണം അവരെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി അവരുടെ സ്ഥലം കാണിച്ചു കൊടുത്തത് ഈശോയാണ്. ഈശോ ഈ ഭൂമിയിൽ നിന്ന് പിതാവിൻ്റെ ഗേഹത്തിലേക്ക് മടങ്ങാൻ പോകുന്നതിന് തൊട്ടു മുമ്പ്, തൻ്റെ നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിന് തൊട്ടു മുമ്പ് തൻ്റെ പ്രിയപ്പെട്ട അപ്പസ്തോലന്മാരോട് ഇങ്ങനെ പറഞ്ഞു: പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഈ കാലം അത്രയും നിങ്ങളുടെ കൂടെ യാത്ര ചെയ്തു. ഇനി ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. സങ്കടമായി എല്ലാവർക്കും. ഈശോ പോകുക. ആ സങ്കടത്തിൽ അവർ വല്ലാതെ അസ്വസ്ഥരായപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? നിങ്ങൾ ആകുലപ്പെടുകയോ അസ്വസ്ഥപ്പെടുകയോ പ്രയാസപ്പെടുകയോ ഒന്നും ചെയ്യരുതേ. ഞാൻ പോകുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഞാൻ പോയി കഴിയുമ്പം എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വസതികളുണ്ട്. ഞാൻ പോയി കഴിയുമ്പം ഞാൻ നിങ്ങൾക്കായി വസതി ഒരുക്കും. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, ഈശോ പറയുകയാണ്, ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. നമ്മുടെ ഓരോരുത്തരുടെയും മരണം പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി കർത്താവ് വസതി ഒരുക്കിയതിൻ്റെ അടയാളമായിട്ട് മാറണം. അവിടെ എനിക്ക് വേണ്ടിയുള്ള കൂടാരം ഒരുക്കപ്പെട്ടു എന്നുള്ള വലിയ തിരിച്ചറിവോടെ ഇവിടെ ഈ കൂടാരത്തിന് വേണ്ടി പ്രിയപ്പെട്ടവർ, ആ കൂടാരം എൻ്റെ സ്വപ്നത്തിൽ ഓരോ ദിവസവും ഉണ്ടാകണം. അത്രമാത്രം വിലയുള്ളതാണ് സ്വർഗം എന്നുള്ള ചിന്ത പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമുക്കുണ്ടാകട്ടെ. അങ്ങനൊരു ആഴമായ സ്നേഹവും ബോധ്യവും സ്വർഗത്തെക്കുറിച്ച്, ഈശോയെക്കുറിച്ച്, ഈശോയുടെ പറഞ്ഞ വാക്കുകൾ അത് മുഴുവൻ അർത്ഥത്തിൽ, മുഴുവൻ കൃപയിൽ സ്വീകരിച്ചാൽ പ്രിയപ്പെട്ട ജീവിതം മുഴുവൻ പിന്നെ ആഘോഷമാണ്, ഈശോയുടെ കൂടെയുള്ള യാത്രയാണ്. അതിനിങ്ങനെ ഇത്ര മതിയോ? പിന്നെ പാസ് മാർക്കിൻ്റെ കാര്യങ്ങളൊന്നും ആരും അന്വേഷിക്കത്തില്ല. ഇത് ചെയ്താൽ കുഴപ്പമില്ല, എല്ലാം നമ്മൾ വല്ലാതെ കൂടുതൽ സ്നേഹിക്കാനുള്ള അവസരമായിട്ട് മാറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് അങ്ങനെ ഒരു അനുഗ്രഹമാണ് ഈ കാലഘട്ടത്തിൽ ഈശോ തരാൻ ആഗ്രഹിക്കുന്നത്. വീണ്ടും പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈശോ അനാദിയിലെ പിതാവിനോടൊപ്പം അവനുണ്ടെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്ന വചനം. ആകയാൽ പിതാവേ, ലോക സൃഷ്ടിക്ക് മുമ്പ് എനിക്ക് അവിടുത്തോട് കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. ആകയാൽ പിതാവേ, ലോക സൃഷ്ടിക്ക് മുമ്പ് എനിക്ക് അവിടുത്തോട് കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. ലോക സൃഷ്ടിക്ക് മുമ്പ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, പ്രിയപ്പെട്ടവർ, അബ്രാഹത്തിന് മുമ്പ് ഞാനുണ്ട്. അബ്രാഹാം എന്നെ കണ്ടിരുന്നു. വിശ്വാസത്തിൽ അബ്രാഹാം ഈശോയെ കണ്ടിരുന്നു. മോശ ഈശോയെ കണ്ടിരുന്നു. ആ വലിയ ബോധ്യം പ്രിയപ്പെട്ടവർ നമുക്കുണ്ടാകണം. ലോകത്തിൻ്റെ നിയന്താവായ, സകലത്തിൻ്റെ ഉടയവനായ പൊന്നീശോ, എൻ്റെ ദൈവം, എൻ്റെ പ്രിയപ്പെട്ടവനായി ഈ ഭൂമിയിൽ എനിക്കൊപ്പം ആയിരിക്കാൻ ആഗ്രഹിക്കുമ്പം ആ കർത്താവിനെയും അവിടുത്തെ വചനത്തെയും ഞാൻ വിലമതിക്കുമ്പം എൻ്റെ ജീവിതം യഥാർത്ഥത്തിൽ സുരക്ഷിതത്വമാകുന്നുവെന്ന് പ്രിയപ്പെട്ട മക്കൾ തിരിച്ചറിയണം. വീണ്ടും പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ചില പഠനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈശോയുടെ പ്രഘോഷണങ്ങളുടെ കാതൽ സ്വർഗരാജ്യമായിരുന്നു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മത്തായി സുവിശേഷം 4:17 ഈശോ പറഞ്ഞ ഉപമകൾ അധികവും സ്വർഗരാജ്യ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവയായിരുന്നു. ഏതാനും ഉപമകൾ അച്ഛൻ പറയുകയാണ്. കളകളുടെ ഉപമ നമുക്കറിയാം. ഉപമ, ഒരുവൻ വയലിൽ നല്ല വിത്ത് വിതച്ചതിന് സദൃശ്യമാണെന്ന് പറഞ്ഞിട്ട് ഈശോ പറയുകയാണ്, നല്ല വിത്ത് വിതച്ചു, രാത്രിയിൽ വന്ന് ദുഷ്ടൻ കള വിതച്ചിട്ട് പോയി. വളർന്നപ്പം കളയും വിളയും എല്ലാം ഒന്നിച്ചു വന്നു. അപ്പോൾ ആകുലപ്പെടുകയാണ്, ജോലിക്കാരാകുലപ്പെടുകയാണ്, കള പറിച്ച് കളയട്ടെ. കർത്താവ് പറഞ്ഞ വചനം ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, അതവിടെ നിൽക്കട്ടെ, യുഗാന്ത്യത്തിൽ ഒരുമിച്ച് പറിച്ച് കളയാം. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്. ഈ മണ്ണിൽ കർത്താവിൻ്റെ ഫലമായിട്ട്, വിളയായിട്ട് മാറേണ്ട ഞാൻ കളയായിട്ട് മാറാതിരിക്കാൻ വചനം ആത്മാവിൽ സ്വീകരിക്കണം. ഈശോമിശിഹായുടെ സുവിശേഷത്തെ ഗൗരവമായിട്ട് മാനിക്കണം. ഇല്ലെങ്കിൽ ഒരു കാലം വരും, ഒരു സമയം വരും, യുഗാന്ത്യം ഉണ്ടെന്ന്, ഈശോമിശിഹായുടെ രണ്ടാം വരവുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. ഒരു സ്വർഗം ഉണ്ടെന്ന് വിശ്വസിക്കണം. ഇല്ലെങ്കിൽ ഒരു വേർതിരിവുണ്ടെന്ന് കർത്താവ് ഈശോ ആണ് പഠിപ്പിക്കുന്നത്. ഒരു വേർതിരിവുണ്ട്. കളയെയും വിളയെയും വേർതിരിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ഞാൻ കളയാകാതിരിക്കാൻ, നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഇന്ന് ഞാൻ വിളയാകാൻ പരിശ്രമിക്കണം. വിളയാൻ വചനം കൊണ്ട് ഞാൻ നിറയണം, സ്നേഹം കൊണ്ട് ഞാൻ നിറയണം, സുവിശേഷത്തിൻ്റെ ആത്മാവ് കൊണ്ട് ഞാൻ നിറയണം. വീണ്ടും പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞ അനേക ഉപമകൾ, നിധിയുടെയും രത്നത്തിൻ്റെ ഉപമ, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം, സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. ഈ ബോധ്യങ്ങളെല്ലാം നമ്മളിൽ ആഴമായി നിറയട്ടെ. വീണ്ടും പ്രിയപ്പെട്ടവരെ,
ഏതാനും ചില ബോധ്യങ്ങൾ നിങ്ങളെ സുവിശേഷത്തിൻ്റെ നിയമം ഈശോ പറയുമ്പം നമ്മൾ ഈശോ എല്ലാത്തിനും ലഘൂകരിച്ചു എന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട്. ശരിക്കും അത് വലിയൊരു അപകടകരമായ ചിന്തയാണ്. സുവിശേഷം ലഘൂകരിച്ചതല്ല, സുവിശേഷം നിയമത്തെ പൂർത്തീകരിച്ചതാണ് എന്ന സത്യം നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. ദൈവ കരുണയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ദൈവം നീതിമാനും ദൈവം കൃപ തന്ന് നമ്മളെ വിശുദ്ധരാക്കാൻ സഹായിക്കുന്ന അനുഗ്രഹമാണെന്ന് കാണാതെ പോയാൽ അത് വലിയ ദുരന്തമായിട്ട് മാറും. ഇന്ന് അനേകം പേര് ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട്. ഈ അപകടത്തിൽപ്പെട്ട് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന അനേകരുണ്ട്. പ്രിയപ്പെട്ടവരെ, അത്തരം കെണികളിൽ നമ്മൾ അകപ്പെട്ടാൽ സുവിശേഷത്തിലൂടെ എല്ലാ വെളിപ്പെടുത്തലുകളും പൂർണ്ണമായതുകൊണ്ട് ആ വെളിപ്പെടുത്തൽ അല്ലാതെ മറ്റൊരു സുവിശേഷം നൽകപ്പെടാനില്ലാത്തത് കൊണ്ട് നമ്മൾ ചതിയിൽപ്പെട്ട അവസ്ഥയിലാകും. സുവിശേഷം ആഴമായി മനസ്സിലാക്കാൻ പരിശുദ്ധാത്മ കൃപ യാചിക്കുകയും അത് ജീവിക്കാനുള്ള കരുത്ത് ദൈവാത്മാവിൻ്റെ കൃപയാൽ സ്വീകരിക്കുകയും ചെയ്യേണ്ട നമ്മൾ അതിന് വിപരീതമായി അതിനെ ലഘൂകരിച്ചാൽ പ്രിയപ്പെട്ടവരത് അപകടമാണ്. അതുകൊണ്ട് ഏതാനും ചില ബോധ്യങ്ങൾ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്. പഴയ നിയമ കൽപ്പനകൾ ഇസ്രയേൽ പാലിക്കാൻ ശ്രമിച്ചത് അതിൻ്റെ എക്സ്റ്റേണൽ കാര്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് മാത്രമാണ്. അതതിൻ്റെ കൃത്യം. വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തി ചെയ്യരുത്, മോഷ്ടിക്കരുതെന്ന് പറഞ്ഞാൽ മോഷ്ടിക്കരുത്, കൊല്ലരുതെന്ന് പറഞ്ഞാൽ ഒരാളെ കൊല്ലരുത്, അത്രമാത്രം. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഈശോ അതിനെ വേണ്ടതാക്കിയോ? ഈശോ എന്താ പറഞ്ഞത്? വ്യഭിചാരം ചെയ്യരുത്. ഈശോ പറയുമ്പോൾ അതെങ്ങനെയാണ് പറയുന്നത്? വ്യഭിചാരം ചെയ്യരുത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ആസക്തിയോടെ സ്ത്രീയെ നോക്കരുത്. ഏതാ എളുപ്പം? ആ പ്രവൃത്തിക്ക് മുകളിൽ അതിൻ്റെ ആത്മാവിനെ ഈശോ എടുത്തിട്ട് പറയാണ്, നിൻ്റെ സഹോദരനെ, നിൻ്റെ സഹോദരിയെ നീ തെറ്റായ നോട്ടത്തോടെ നോക്കുന്നത് പോലും പാപമാണ്. ഒരു പ്രവൃത്തി മാത്രം ചെയ്താലേ പാപമാകത്തുള്ളൂ എന്ന് വിചാരിച്ച ഇസ്രയേലിനെ കർത്താവ് തിരുത്തിക്കൊണ്ട് പുതിയ ഇസ്രയേലിനോട് പറയാണ്, സഭാ മക്കളോട് പറയാണ്, സഹോദരനെ ദോഷമായ ഒരു കണ്ണോടെ നോക്കുന്നത് പോലും ഗൗരവമായ പാപമാണ്. വീണ്ടും പ്രിയപ്പെട്ടവരെ, കൊല്ലരുത് എന്ന കൽപ്പന കൃത്യമായിട്ട് ഒരാളുടെ മരണത്തിന് കാരണമാകരുതെന്നാണ് പഴയ നിയമ കൽപ്പനയെങ്കിൽ പുതിയ നിയമത്തിൽ അത് പൂർത്തീകരിച്ചവൻ എന്താ പറഞ്ഞത്? കോപിക്കരുത്, സഹോദരനെ ഭോഷ എന്ന് വിളിക്കരുത്. ജീവിതം കുറച്ചുകൂടി ഗൗരവമായ വിധത്തിൽ ആത്മാവിൻ്റെ ആഴത്തിൽ നിന്ന് ആത്മാവിൻ്റെ ശക്തിയിൽ ചിന്തിക്കുമ്പം പ്രിയപ്പെട്ടവരെ കുറേ കൂടി വ്യത്യാസപ്പെടുത്താൻ ആഴമായ മാനസാന്തരം ഉണ്ടാകാൻ പുതിയ നിയമം നമ്മളെ നിർബന്ധിക്കുക. മോഷ്ടിക്കരുത് എന്ന കൽപ്പനയ്ക്ക് ഈശോ പുതിയ ഭാഷ്യം അതിൻ്റെ പൂർണ്ണത കൊടുക്കുമ്പം മോഹിക്കരുത് എന്ന് കൂടി പറയുന്നു. ശത്രുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നു. അതുകൊണ്ട് വല്ലാതെ ലഘൂകരിച്ച് സുവിശേഷത്തെ എളുപ്പമാക്കിയാൽ നിത്യത നമുക്ക് നഷ്ടമാകും. അതുകൊണ്ട് സുവിശേഷമാണ്. ഫ്രാൻസിസ് അസീസി എന്ന മഹാപുണ്യവാൻ, രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന ആ പുണ്യവാൻ, അയാൾ ആ ദൈവത്തിൻ്റെ വലിയ കൃപയിലേക്ക് കടന്നു വന്ന ആദ്യ നാളുകളിൽ അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഒരു ഷെയറിംഗ് ഉണ്ട്. ഒരിക്കൽ സുവിശേഷം അയാൾ പ്രഘോഷിക്കുന്ന വൈദികൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, സുവിശേഷം ഇങ്ങനെ വളരെ ഗൗരവമുള്ള ആഴമായ ബോധ്യം എല്ലാം ഉപേക്ഷിച്ച് കർത്താവിനെ അനുഗമിക്കുന്ന ആ കാര്യത്തെക്കുറിച്ചുള്ള സുവിശേഷ വ്യാഖ്യാനം അച്ഛൻ പറഞ്ഞ് ദേവാലയത്തിൽ നിന്ന് അച്ഛൻ പുറത്തേക്ക് വന്ന സമയത്ത് ഈ പാവപ്പെട്ട ഈശോയെ അന്ധമായി സ്നേഹിച്ച, ഭ്രാന്തമായി സ്നേഹിച്ച ഈ പുണ്യവാൻ അച്ഛനോട് ചോദിച്ചു എന്ന്, പിതാവേ, അങ്ങ് പങ്കുവെച്ച സുവിശേഷം അതൊരു ആദർശമാണോ അതോ ജീവിക്കാനുള്ളതാണോ? അതിങ്ങനെ പറയാൻ കൊള്ളാവുന്നതാണോ അത് ജീവിക്കാനുള്ളതാണോ? ഈ പാവപ്പെട്ട അച്ഛൻ നിന്ന് ഞെരുങ്ങി, എന്നിട്ട് ശാന്തമായിട്ട് പറഞ്ഞു, വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, മോനെ, ഇത് ആദർശമല്ല, ഇത് ജീവിക്കാൻ തന്നെ ഉള്ളതാ. കേൾക്കാൻ ഇമ്പകരമായതും പ്രായോഗികമായിട്ട് ജീവിക്കാൻ പറ്റാത്തതുമായ ഒന്നല്ല, ജീവിക്കേണ്ടതാണ്. ജീവിക്കാനുള്ള കരുത്തിന് ഈശോ വേണം, പരിശുദ്ധാത്മാവ് വേണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പറ്റാത്തതെല്ലാം പ്രായോഗികവാദത്തിൻ്റെ നൂലാമാലകളുടെ നിയമവശങ്ങൾ കണ്ടെത്തി അല്ലെങ്കിൽ ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ കൂട്ടുപിടിച്ച് നമുക്ക് പറ്റും വിധം ചേരുമ്പടിയുള്ള തിയോളജൈസേഷൻ നടത്തി നമ്മൾ ചെറുതാക്കിയാൽ കർത്താവിൻ്റെ സന്നിധി നിൽക്കുമ്പം നീ നേരിട്ട് നിൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുക്കേണ്ടി വരും. കാരണം കർത്താവ് പറഞ്ഞ വചനത്തിന് അതിൻ്റെ ആഴമായ അർത്ഥം ഒരിക്കലും ചോർന്നു പോത്തില്ല. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് അത് ജീവിക്കാനുള്ള ശക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, അത് ജീവിക്കാനുള്ള കരുത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. അങ്ങനെ ജീവിതം യഥാർത്ഥത്തിൽ സുരക്ഷിതത്വം ആകാൻ ആഗ്രഹിക്കുന്ന മക്കൾ സുവിശേഷത്തിൻ്റെ അഗ്നി സ്വീകരിക്കാൻ,
സുവിശേഷത്തിൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് ഹൃദയത്തിൽ തരണമേന്ന് പരിശുദ്ധാത്മ സഹായത്തോടെ ചോദിക്കാൻ ഈ സമയം പ്രത്യേകമായിട്ട് ആഗ്രഹിക്കട്ടെ. വീണ്ടും പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൻ്റെ വലിയൊരു അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് ഇത് വെളിപ്പെടുത്തി തരാതെ നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. ഈ രാവിൽ പ്രിയപ്പെട്ടവരെ, അച്ഛൻ പലവട്ടം വീണ്ടും പറയുകയാണ്, 100 വട്ടം അച്ഛൻ സ്വർഗം സ്വർഗമെന്ന് പറയുകയും ഈ വചനത്തിൻ്റെ ഓരോ കാര്യങ്ങളും ഇതൾ വിരിച്ച് വീണ്ടും വീണ്ടും വിളമ്പി തന്നാലും ഈശോ നേരിട്ട് വന്ന് പരിശുദ്ധന്മാരുടെ സഹായത്തിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ വർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പോലെ തന്നെ ഇത് നമുക്ക് നാളെ നമ്മളിൽ നിന്ന് വിട്ടു പിരിഞ്ഞു പോകും. ഈ സമയം ആത്മാർത്ഥമായിട്ടൊന്ന് ആഗ്രഹിച്ച പ്രിയപ്പെട്ടവരെ, കർത്താവേ, ഈ ദൈവിക രഹസ്യങ്ങൾ അത് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് അങ്ങയുടെ ആത്മാവിൻ്റെ സഹായം വേണം. സ്വർഗീയ രഹസ്യങ്ങളെ മനസ്സിലാക്കി വളരാൻ ആവശ്യമായൊരു കൃപ ഞങ്ങൾക്ക് വിളമ്പി തരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ നിമിഷങ്ങളിൽ മക്കൾ ഈ സമയം ആഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യാനുള്ള ഒരു കരുത്തും കൃപയും ഞങ്ങൾക്ക് വിളമ്പി തരണമേന്ന് ആഗ്രഹിച്ച് ഈ സമയം നമുക്ക് പാട്ടുപാടി ഒന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ രഹസ്യങ്ങൾ കൊണ്ട് ഞങ്ങളെ കർത്താവെ വ്യത്യസ്തമായൊരു പാത ഇന്ന് മുതൽ, ഈ സമയം മുതൽ കർത്താവെ നയിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപ വേണം അപ്പാ. അത് ആഗ്രഹിച്ചുകൊണ്ട് ഈ സമയം മക്കൾ പ്രാർത്ഥിക്കട്ടെ, പാടി പ്രാർത്ഥിക്കട്ടെ. ദൈവശക്തി ഈ സമയം മക്കളെ സഹായിക്കട്ടെ. സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യാൻ, ദൈവത്തെ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കാം, പവന സ്നേഹം നുകർന്നീടാം, ആ സ്നേഹമേവർക്കും പകർന്നീടാം. സ്വർഗം സകലം കാക്കും ദൈവമവൻ, സകലം കാക്കും ദൈവമവൻ. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൻ്റെ വലിയ രഹസ്യങ്ങൾ നമ്മുടെ ആത്മാവിൽ, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ വെളിപ്പെട്ട് കിട്ടാൻ ഒരിക്കൽ കൂടി മക്കളെന്ന് ആഗ്രഹിക്കുക. ഈ സമയം അച്ഛൻ പരിശുദ്ധ കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം 1024 ഖണ്ഡിക മുതൽ 1027 വരെയുള്ള ആ പ്രത്യേക സ്വർഗത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ പ്രത്യേക ഒന്ന് ഈ സമയം ലളിതമായ വിധത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിലൊന്ന് പങ്കുവെക്കുകയാണ്. ഈ സമയം പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഒരു ബോധ്യം, സ്വർഗത്തെക്കുറിച്ചുള്ള ആ വലിയ രഹസ്യങ്ങൾ നമുക്ക് നമ്മുടെ മക്കൾക്കും വേണ്ടി പങ്കുവെക്കുവാൻ, നമ്മുടെ ഹൃദയത്തിൽ അത് സ്വീകരിക്കാൻ വേണ്ടി ആഗ്രഹിക്കണം. കാരണം ഏറ്റവും വലിയ സത്യമാണ്, എൻ്റെ കർത്താവ് എന്നെ സൃഷ്ടിച്ചത് ഈ ഭൂമിക്ക് വേണ്ടി അല്ല, സ്വർഗത്തിന് വേണ്ടിയാണ്. അവിടെ പ്രിയപ്പെട്ട ഈ ഭൂമിയിലെ ക്ലേശങ്ങളെയും ദുരിതങ്ങളെയും ഒന്നും ഈ ഭൂമിയെ നോക്കി ഒരിക്കലും നമ്മൾ കാണരുത്. എനിക്ക് പ്രയാസം, ദുഃഖം ഒക്കെ ഉണ്ടായതിന് പിന്നിൽ എൻ്റെ കർത്താവിലേക്ക് നോക്കാനുള്ള കാര്യമായിട്ട് തന്നെ അത് തന്നത്. പലപ്പോഴും നമുക്കറിയാമല്ലോ, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ സഹനം വന്നപ്പം പ്രാർത്ഥിച്ച അത്ര നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? മറ്റെപ്പോഴെങ്കിലും പരീക്ഷ തോറ്റപ്പം പ്രാർത്ഥിച്ച അത്ര, കുഞ്ഞിനൊരു മാരകമായ രോഗം വന്നപ്പം പ്രാർത്ഥിച്ച അത്ര. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ സത്യസന്ധമായിട്ട് മനസ്സിലാക്കുക. അങ്ങനെയൊന്നും കാരണമില്ലാതെ ബോധ്യത്തോടെ പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മൾ. പക്ഷേ പലപ്പോഴും നമ്മുടെ മനുഷ്യൻ്റെ അവസ്ഥ ഈശോയ്ക്ക് അറിയാം. അതുകൊണ്ട് ഇവിടെ നമുക്ക് പ്രയാസവും ദുഃഖമൊക്കെ ഇല്ല എങ്കിൽ നമ്മൾ സ്വർഗത്തെ മറന്ന് ഈ ലോകത്തിൽ നശിച്ചു പോയേനെ. എന്തുകൊണ്ടായിരിക്കും ഈ ലോകത്തിലെ സഹനവും പ്രയാസമൊക്കെ കടന്നു വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാരണം, എൻ്റെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭാഗമാണ് സഹനം. കാരണം ഈ മണ്ണ് നമ്മളെ അല്ലെങ്കിൽ ഇവിടെ നശിപ്പിച്ച് കളയും. കർത്താവ് നമ്മളെ ഓരോരുത്തരെ സൃഷ്ടിച്ചത് സ്വർഗത്തിലായതുകൊണ്ട് ഈ ഭൂമിയുടെ അല്പകാലത്തിൻ്റെ നൈമിഷിക സുഖങ്ങളിൽ നമ്മൾ വെന്ത് പോകാതിരിക്കാൻ, നശിച്ച് പോകാതിരിക്കാൻ, അതിൻ്റെ ആസക്തികളിൽ അകപ്പെട്ട് നമ്മൾ തീർന്നു പോകാതിരിക്കാൻ, സ്വർഗത്തിലേക്ക് നോക്കാൻ ദൈവമക്കളെ, തൻ്റെ പ്രിയപ്പെട്ടവരെ അവൻ ശുദ്ധി ചെയ്യുന്നത് സഹനത്തിലൂടെയും പ്രയാസത്തിലൂടെ ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം പ്രിയപ്പെട്ടവരെ സഹനത്തെയും പ്രയാസത്തെയും ഒക്കെ കാണേണ്ടത് ഈശോ മിശിഹായുടെ പീഡാസഹനത്തോടും കുരിശുമരണത്തോടും വില കൂടി അവൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ചായിരിക്കണം. അതുകൊണ്ട് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മാത്രം എന്താണ് ഇങ്ങനെ വിഷമമെന്നൊന്നും ആരും ചിന്തിക്കരുത്. കാരണം ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും സഹനവും പ്രയാസവും ഉണ്ട്. പക്ഷേ യേശുക്രിസ്തുവിനോട് ആരെല്ലാം അത് കണക്ട് ചെയ്യുന്നു അവർക്ക് മാത്രമാണ് രക്ഷയായിട്ട് മാറുന്നത്. അല്ലാത്തതെല്ലാം പഴിയും ശാപമായിട്ടും ബന്ധനായിട്ടും മാത്രമായിരിക്കും കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, യേശുക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുന്ന എല്ലാ വ്യക്തികളും സഹനത്തിൻ്റെ
വിശുദ്ധീകരണത്തിലൂടെ കടന്നു പോകുന്നുണ്ട് എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. ആദ്യ അപ്പസ്തോല സഭയെ ധ്യാനിക്കുമ്പം അവർ സഹന ചൂടിലാണ് ജീവിച്ചത്. സഹനം, ക്ലേശം അവർക്ക് പിന്നാലെ ഉണ്ടായിരുന്നു. സഹനങ്ങൾ നമുക്ക് വലിയ ആത്മശക്തി തരുന്നു എന്ന് വചനം പറയുന്നു. അതുകൊണ്ട് ഈ സമയം നമ്മൾ സ്വർഗത്തെ ധ്യാനിക്കുമ്പം നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് നമ്മുടെ ദൈവം നമുക്ക് തന്ന എല്ലാ സാധ്യതകളെയും സാഹചര്യങ്ങളെയും സ്വർഗത്തോട് കണക്റ്റ് ചെയ്യാൻ നമുക്ക് കൃപ കിട്ടട്ടെ. എന്താണെങ്കിലും അതായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളിന്ന് വിഷമിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് സ്വർഗത്തോട് ചേർത്ത് വെക്കാം. കർത്താവേ, അങ്ങ് തന്ന എല്ലാ ദാനങ്ങൾക്കും നന്ദി. ഇങ്ങനെ എൻ്റെ സുഹൃത്തായ ഒരു ധ്യാന ഗുരുവച്ചൻ ഇങ്ങനെ പറയാറുണ്ട് എപ്പോഴും. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വിരുന്ന് മേശയിൽ പറയാൻ എളുപ്പമാണ് കേട്ടോ, പക്ഷേ ഇത് പറയുന്നത് നമ്മുടെ ആത്മാവിൽ അത് ആത്മാർത്ഥമായിട്ട് സ്വീകരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ വിരുന്ന് മേശയിൽ നമ്മുടെ ഈശോ നമുക്ക് വേണ്ടി എന്ത് വിളമ്പി വെച്ചാലും അതെല്ലാം ആമേൻ പറഞ്ഞ് സ്വീകരിക്കാനുള്ള ഒരു അനുഗ്രഹം തരണേ എന്ന് പറഞ്ഞ അച്ഛൻ എപ്പോഴും പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കിതൊന്ന് പ്രാർത്ഥിച്ചാലോ? നമ്മുടെ ജീവിതത്തിൻ്റെ വിരുന്ന് മേശയിൽ എൻ്റെ ദൈവം എനിക്ക് എന്ത് വിളമ്പിയാലും അത് സ്വീകരിക്കാനുള്ള ഒരു കൃപ എനിക്ക് തരണേ. അപ്പം നീ അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, ഞാൻ അത് അത്രയും വിശ്വസിക്കുന്നു. അന്ധമായിട്ട് നമുക്ക് ആരെങ്കിലും വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അത് ദൈവത്തെ മാത്രമാണല്ലോ. മറ്റെല്ലാവരെയും വിശ്വസിച്ചതിൻ്റെ വലിയ ഭാരം അനുഭവിക്കുന്ന അനേകർ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നുണ്ടാകാം. മനുഷ്യനെ വിശ്വസിച്ചതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് അന്ധമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന കർത്താവിനെ മാത്രമാണ്. അവനെ ശരണപ്പെട്ടവരാരും നിരാശരായിട്ടില്ല. അതുകൊണ്ട് ഈശോയാണ് പറഞ്ഞത് സ്വർഗം ഉണ്ടെന്ന്. ഈശോയാണ് പറഞ്ഞത് ഞാൻ നിന്നെ ഉയർപ്പിക്കുമെന്ന്. ഈശോയാണ് പറഞ്ഞത് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണെന്ന്. എന്നെ ഭക്ഷിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുന്ന ഈശോയെ വിശ്വസിക്കേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സത്യസഭ, പരിശുദ്ധ കത്തോലിക്ക തിരുസഭ പഠിപ്പിക്കുന്നതെല്ലാം വചനാധിഷ്ഠിതമായിട്ടാണ്. ഈശോ പഠിപ്പിച്ചത് പ്രബോധനമായിട്ട് പഠിപ്പിക്കുന്ന സഭ. അതുകൊണ്ട് ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ സത്യപ്രബോധനമായിട്ട് സഭ അവതരിപ്പിക്കുമ്പം പ്രിയപ്പെട്ട എൻ്റെ മക്കൾ, ഈശോയുടെ പ്രിയപ്പെട്ട മക്കൾ അത് വിശ്വസിച്ചാൽ അത് നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് മാറും. അത് എനിക്കും നിങ്ങൾക്കും രക്ഷയായിട്ട് മാറും. അതുകൊണ്ട് ഈ കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട് സഭ പഠിപ്പിക്കുന്നു, സ്വർഗമെന്നാൽ പരിശുദ്ധ തൃത്വത്തോടൊപ്പമുള്ള പൂർണ്ണമായ ജീവിതമാണ്. പരിശുദ്ധ കന്യകാമറിയത്തോടും മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ഒപ്പം പരിശുദ്ധ തൃത്വത്തോടുള്ള ജീവൻ്റെയും സ്നേഹത്തിൻ്റെയും സംസർഗമാണിത്. വലിയ കൂട്ടായ്മ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ കുടുംബം എന്നാൽ എന്തൊരു വലിയ കൂട്ടായ്മയാണ്. ഇന്നോളം ജീവിച്ച് മരിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്ന മുഴുവൻ വിശുദ്ധർ, എണ്ണിയാൽ ഒടുങ്ങാത്ത മഹാവിശുദ്ധരുടെ വലിയ കൂട്ടായ്മയുടെ അഭിഷേകത്തിലേക്കാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആ കൂട്ടായ്മ, പരിശുദ്ധ അമ്മയുള്ള കൂട്ടായ്മ, വിശുദ്ധാത്മാക്കളുള്ള കൂട്ടായ്മ, നമ്മൾ ഒരുമിച്ച് ചേർന്നിട്ടാണ് പിതാവായ ദൈവത്തെ, പുത്രനായ ഈശോയെ, പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നത്. ഒരിക്കലും അവസാനിക്കാത്ത നിലയ്ക്കാത്ത ആരാധനയിലേക്ക് പ്രവേശിക്കാനുള്ള കൃപ കിട്ടിയ നമ്മൾ എത്രത്തോളം വിലപ്പെട്ടവരെന്നുള്ള തിരിച്ചറിവോടെ ഈ മണ്ണിൽ കർത്താവിനെ ആരാധിക്കട്ടെ. കുർബാനയിൽ, വചനത്തിൽ അവനെ കണ്ടുമുട്ടി ജീവിക്കട്ടെ. എന്തൊരു അനുഗ്രഹമാണ് പ്രിയപ്പെട്ട. ആ വലിയ ബോധ്യം തന്നെ നമ്മളെ വേറിട്ട മനുഷ്യരാണ്. ആരും ഇല്ലാത്തവരല്ല നമ്മൾ. ഈശോയെ വിശ്വസിക്കുന്ന എല്ലാ മക്കളും അറിയുക, ഈ ഭൂമിയിൽ ചിലപ്പോൾ നമുക്ക് ചാരി നിൽക്കാൻ വേണ്ടി ആരും ഇല്ലായിരിക്കും. നമ്മൾ ഒറ്റപ്പെട്ടവരായിട്ട് ചില സമയങ്ങളിൽ തോന്നും. ഈശോയ്ക്ക് വേണ്ടിയൊക്കെ ജീവിതം സമർപ്പിച്ച മക്കൾ ചില നേരങ്ങളിൽ വല്ലാതെ ഒറ്റയ്ക്കാണല്ലോ എന്നുള്ള ആശങ്ക കൊണ്ട് വിഷമിക്കുന്നുണ്ടാകാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കർത്താവ് എത്രത്തോളം സ്നേഹിക്കും നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര അധികമായിട്ട് നമുക്ക് കിട്ടിയ മഹാഭാഗ്യത്തോട് ദൈവത്തിന് നന്ദി പറയായിരുന്നു. ഈ ഭൂമിയിൽ നമ്മളെ മറ്റാർക്കും കൊടുക്കാതെ ഈശോ സ്വന്തമാക്കി എന്നുള്ള അനുഭവം, അനുഗ്രഹം പ്രിയപ്പെട്ട സമർപ്പിതാത്മാക്കളെ നമുക്കുണ്ടാകട്ടെ. ഈശോ സ്വന്തമാക്കിയല്ലോ, അതെന്തൊരു വലിയ തെരഞ്ഞെടുപ്പാണ്, അതെന്തൊരു വലിയ ഭാഗ്യമാണ്. അതാണ് വിശുദ്ധരെ. ഇത് വലിയ ഭാഗ്യമാണ്. ക്രിസ്തീയ ജീവിതം വലിയ ഭാഗ്യമാണ്. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ പിറക്കാൻ പറ്റുന്ന മഹാഭാഗ്യമാണ്. മാമോദിസ സ്വീകരിക്കാൻ പറ്റുന്ന മഹാഭാഗ്യമാണ്. കുർബാനയിൽ പങ്കുചേരാൻ പറ്റുന്ന മഹാഭാഗ്യമാണ്. നമുക്ക് ഈ നാളുകളിലും കർത്താവിൻ്റെ കുർബാനയിൽ ഇടയ്ക്കെങ്കിലുമൊക്കെ പള്ളിയിൽ പോയി പങ്കെടുക്കാൻ പറ്റുന്ന വലിയ ഭാഗ്യമാണ്. അതിനെ ഒന്നും ആശങ്കയായിട്ട് കാണരുത്, അതിനെല്ലാം ഒരു പ്രയാസമായിട്ട് കാണരുത്, രാവിലെ എഴുന്നേൽക്കുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് കാണരുത്. അതെല്ലാം വലിയ ഭാഗ്യമാണെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയട്ടെ. കാരണം പക്ഷേ തൃത്വത്തോടൊപ്പമുള്ള വലിയ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കാൻ അത് നമ്മളെ സഹായിക്കുന്നു. വീണ്ടും പ്രിയപ്പെട്ടവരെ, സ്വർഗമെന്നാൽ പരമവും സുനിശ്ചിതവുമായ സന്തോഷത്തിൻ്റെ അവസ്ഥയാണ്. വലിയ ആനന്ദം. അത് ഐസ്ക്രീം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദമല്ല, അത് ബിരിയാണി കഴിച്ചാൽ കിട്ടുന്നതല്ല, അതൊന്നും നിലനിൽപ്പില്ലാത്തതാണെന്ന് നമുക്കറിയാം. അത് കൂടുതൽ കഴിച്ചാൽ വയറ് വീർത്ത് ഇല്ലാത്ത അസുഖം എല്ലാം ഉണ്ടാവും. അതിൻ്റെ ക്ഷീണമാണ് നമ്മൾ ഓടി തീർക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതങ്ങനത്തെ ഒരു ആനന്ദമല്ല, ലോകത്തിൻ്റെ രീതിയിൽ മനസ്സിലാകുന്ന ആനന്ദത്തെക്കുറിച്ചല്ല പറയുന്നത്. സ്വർഗമെന്നാൽ പരമവും ഉറപ്പുള്ളത്, സുനിശ്ചിതമായ ഉറപ്പുള്ളത്, സുനിശ്ചിതവുമായ സന്തോഷത്തിൻ്റെ എന്നേക്കുമായിട്ടുള്ള ആത്മാവിലുള്ള സന്തോഷം.
എന്നേക്കുമായിട്ടുള്ള ഒരു മനുഷ്യാത്മാവിന് ലഭിക്കുന്ന എന്നേക്കും നിലനിൽക്കുന്ന സന്തോഷം. ഈ ഭൂമിയിലുള്ള എല്ലാം ടെമ്പററിയാണ്, ഒന്നിനും നിലനിൽപ്പില്ലാന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ സ്വർഗം വന്നാൽ എന്നേക്കും നിലനിൽക്കുന്ന സന്തോഷം, അത് വിശ്വസിക്കുക. വീണ്ടും പ്രിയപ്പെട്ട സഭ പഠിപ്പിക്കുന്നു, സ്വർഗത്തിൽ എത്തിച്ചേരുക എന്നാൽ ക്രിസ്തുവിനോടുകൂടെ എപ്പോഴും ആയിരിക്കുക എന്നതാണ്. ഈ സമയം നമുക്കറിയാം, നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ അല്പസമയം ശാന്തമായിട്ടിരിക്കുമ്പം നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം എത്രത്തോളം അധികമാണ്. അത് എന്നേക്കുമായിട്ട് ഈശോ നമുക്ക് ഏറ്റവും വലിയവനായിട്ട് ഒപ്പമായിരിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയെ പ്രിയപ്പെട്ട സ്വപ്നം കാണാൻ, അതാണ് സ്വർഗം. ഈശോ എപ്പോഴും അവിടെ ഉണ്ട്, നമ്മളെ സ്നേഹിച്ചുകൊണ്ട്. ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ എന്നേക്കും ജീവിക്കുന്നു. മനുഷ്യന് മനസ്സിലാവത്തില്ല എന്ന്, മനുഷ്യൻ്റെ ഭാഷ ഇത് പറഞ്ഞാൽ തിരിയത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അച്ഛൻ ഇത് പറയുന്നത്. അതിന് വിശ്വാസത്തിൻ്റെ ഒരു വാതിൽ തുറക്കണം, പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. പക്ഷേ ഈശോ പറഞ്ഞു, അത് അതേപടി വിശ്വസിക്കാൻ, കൃപ കിട്ടാൻ നമുക്ക് ആഗ്രഹിക്കാം. വീണ്ടും പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ ഓരോരുത്തരും തങ്ങളുടെ യഥാർത്ഥമായ തനിമയും വ്യക്തിത്വവും നിലനിർത്തുന്നത് നമ്മളുടെ അസ്തിത്വത്തെ സംബന്ധിക്കുന്ന വലിയൊരു സത്യമാണ്. നമ്മുടെ വ്യക്തിത്വം അതേപടി കർത്താവ് നിലനിർത്തും. ഞാൻ തന്നെയാകും എന്ന് ഓരോരുത്തരും വിശ്വസിക്കണം. നമ്മൾ വേറെ ഒരാളല്ല. അതുകൊണ്ടാണ് നമ്മൾ മറ്റൊരാളാകാൻ ഈ ഭൂമിയിൽ ശ്രമിക്കരുത്. നമ്മൾ അവരെ പോലെ ഇവരെ പോലെ, കർത്താവിന് നമ്മൾ സോ യുണീക്ക്. സഭയിൽ ഇങ്ങനെ ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. നമ്മൾ ഒരു 1000 പേര് കർത്താവിനെ ഒന്നിച്ച് നമ്മുടെ പള്ളിയിൽ ആരാധിക്കുമ്പം, ഈ ഭൂമിയിൽ നമ്മളങ്ങനെ ആരാധിക്കുമ്പം നമ്മളെ ഈശോ അവിടെ എങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ അതിനുള്ള സഭയുടെ ഉത്തരം, നീ ഒരാൾ മാത്രമേ അവിടെ ഉള്ളൂ എന്നതുപോലെ ദൈവം ഓരോരുത്തരെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഒരാൾ അത്രയും പ്രധാനപ്പെട്ട ദൈവത്തിന് യുവർ യുണീക്ക്നെസ്, യുവർ സ്പെഷ്യാലിറ്റീസ്, യുവർ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആർ സോ ഇമ്പോർട്ടൻറ്റ്. പ്രിയപ്പെട്ട ആ സത്യം നമ്മൾ തിരിച്ചറിയണം. നിൻ്റെ സൂക്ഷ്മാംശങ്ങളിൽ, നിൻ്റെ പ്രത്യേകതകളിൽ നിന്നെ കർത്താവ് വിലമതിക്കുന്നു. നിൻ്റെ കണ്ണുനീര് ഈശോക്ക് അറിയാമെന്ന് പറയുന്ന വചനത്തിൻ്റെ അർത്ഥം അതാണ്. നിൻ്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ടെന്ന്, നിൻ്റെ നൊമ്പരങ്ങൾ എനിക്കറിയാമെന്ന്, നീ എന്തി വലിഞ്ഞപ്പം, നീ ഉള്ളിൽ സങ്കടപ്പെട്ടപ്പം, മറ്റാരും അറിയാതെ നീ വിങ്ങിപ്പൊട്ടിയപ്പം നിൻ്റെ നൊമ്പരങ്ങളിൽ ഞാൻ ഉണ്ടായിരുന്നു എന്ന് ഈശോ പറയുന്നതിൻ്റെ അർത്ഥം അതാണ് പ്രിയപ്പെട്ടവരെ. ആ സത്യം നമ്മൾ നന്നായി മനസ്സിലാക്കിയാൽ ഈശോ നമ്മളെ കാണുന്ന അനുഭവം നമുക്ക് എന്നും അനുഭവിക്കാൻ പറ്റും, എന്നും അനുഭവിക്കാൻ പറ്റും. എന്തുമാത്രം വ്യക്തിപരമായ ദൈവാനുഭവങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും പറയാനുണ്ട്. അത് പറഞ്ഞാൽ ദിവസം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കാൻ മാത്രം നമ്മുടെ ജീവിതങ്ങൾ എന്നും അത്ഭുതങ്ങളല്ലേ പറയും. ഈശോ മിശിഹായായിട്ട് കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എവരി ഡേ മിറക്കിളാണ്. സാക്ഷ്യം പറയാനേ സമയം കാണത്തുള്ളൂ, അതുകൊണ്ടാണ് അധികം സാക്ഷ്യം പറയേണ്ടാത്തത്. കാരണം എന്നും അത്ഭുതമല്ലേ, എന്നും അത്ഭുതം. ആ സത്യം നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. വീണ്ടും പ്രിയപ്പെട്ടവരെ, നമ്മൾ സഭ പഠിപ്പിക്കുന്നു, സ്വർഗമെന്ന രഹസ്യം മനുഷ്യൻ്റെ എല്ലാ ഗ്രഹണശക്തിക്കും വിവരണത്തിനും അതീതമാണ്. വചനം പറയുകയാണ്, എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. വീണ്ടും ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, സ്വർഗമെന്ന രഹസ്യം ഒരു രഹസ്യമാണ്. നമ്മുടെ സാധാരണ മാനുഷിക ഭാഷയിലും മാനുഷിക സ്വഭാവത്തിലും അത് നമുക്ക് മുഴുവൻ മനസ്സിലാവത്തില്ല. നിത്യതയെ ധ്യാനിച്ചാൽ നമുക്കൊരു വെട്ടവും തിരിച്ചറിവും കിട്ടത്തില്ല. അതിനെ വിശ്വസിക്കുക, അതിന് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ദൈവവചനത്തെ നമ്മൾ അതേപടി വിശ്വസിക്കണം. സ്വർഗമെന്ന രഹസ്യം മനുഷ്യൻ്റെ എല്ലാ ഗ്രഹണശക്തിക്കും വിവരണത്തിനും അതീതമാണ്. അത്രയും വലിയ രഹസ്യമാണ്. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ നമ്മുടെ സാധാരണ മാനുഷിക പ്രകൃതത്തിന് മനസ്സിലാക്കുന്ന സന്തോഷമായിട്ട് അതിനെ അവതരിപ്പിക്കാൻ പറ്റത്തില്ല. ആനന്ദമായിട്ട് അതിനെ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അതതിനൊക്കെ അപ്പുറമാണ്. കണ്ണ് കണ്ടിട്ടില്ലാത്തത്, കാത് കേട്ടിട്ടില്ലാത്തത്, മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാതെ ഈ ഭൂമിയിൽ കണ്ടിട്ടുള്ളതല്ല. ഈ ഭൂമിയിൽ അങ്ങനെ അത്രയും ശക്തമായൊരു അനുഭവം ആർക്കും ഇല്ല. പക്ഷെ പ്രിയപ്പെട്ട സ്വർഗത്തിൽ അത് നമുക്കായിട്ട് നമ്മുടെ കർത്താവ് കാത്തുവച്ചിരിക്കുന്നു എന്നുള്ള വലിയ സത്യം പ്രിയപ്പെട്ടവർ നമ്മൾ വിശ്വസിക്കുക, അത് ഏറ്റുപറയുക. സഭ അത് പഠിപ്പിക്കുന്നു. സ്വർഗത്തിൽ സംഭവിക്കുന്ന മനോഹരമായ മറ്റൊരു കാര്യം സഭ പഠിപ്പിക്കുന്നത്, മരണശേഷം സ്വർഗത്തിൽ നാം നമ്മുടെ ദൈവത്തെ, നമ്മുടെ ഈശോയെ മുഖാഭിമുഖം ദർശിക്കും. ഈശോ ആയിരിക്കുന്നത് പോലെ നമ്മൾ ഈശോയെ കാണും. നമ്മളായിരിക്കുന്നത് പോലെ നമ്മളെ ഈശോയും കാണും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ അങ്ങനെ കാണേണ്ട എന്നേക്കുമായിട്ടുള്ളൊരു കൂട്ടായ്മയാണ് സ്വർഗം എന്നുള്ളതുകൊണ്ടാണ് കർത്താവിൻ്റെ സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു ശുദ്ധീകരണത്തിലൂടെ എൻ്റെ ആത്മാവ് കടന്നു പോകേണ്ടി വരാം. കാരണം നമ്മൾ കാണേണ്ടത് ഈ ഭൂമിയിലെ ഒരു രാജാവിനെ അല്ല, സ്വർഗത്തിലെ പരിപൂർണ്ണ പരിശുദ്ധനായ രാജാവിനെയാണ്. നാളെ നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് ഗൗരവമായിട്ട് പഠിക്കുമ്പം ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയും.
അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് മാറാൻ പോകുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നമ്മുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവർ. അവരേറ്റവും കൂടുതൽ ഈ ദിവസങ്ങളിൽ സന്തോഷിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവർക്ക് നമുക്ക് ഗൗരവമായ പ്രാർത്ഥന കൊടുക്കാനുള്ള ബോധ്യങ്ങൾ നാളത്തെ ദിവസം ഈശോ നമ്മളെ പറഞ്ഞ് സഹായിക്കും. എന്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മരണം വരെ അവരെ പ്രാർത്ഥനയിൽ സഹായിക്കണം എന്നുള്ള ബോധ്യം ഈശോ തരും. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മരിച്ചുപോയി ഇപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവർ ഈ സമയം വല്ലാതെ സന്തോഷിക്കുന്നുണ്ട്. കാരണം ദൈവമേ, ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങൾക്ക് വേണ്ടി അധികമായിട്ട് പ്രാർത്ഥിക്കുമല്ലോ, ബോധ്യത്തോടെ അവർ ചില കാര്യങ്ങൾ നിർവഹിക്കുമല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ പ്രത്യേകം നാളെ സംസാരിക്കും. ഇന്ന് ഈ സമയം നമ്മൾ മനസ്സിലാക്കുക, സ്വർഗം നമ്മൾ കർത്താവിൻ്റെ മുഖം കാണും, ആ മഹത്വം നമ്മൾ കാണും. കർത്താവ് വചനത്തിൽ അത് വാഗ്ദാനം തന്നു. ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. ശുദ്ധി ഉണ്ടാകണം. വിശുദ്ധിക്കൊക്കെ ഒത്തിരി വിലയുണ്ടെന്ന് പ്രിയപ്പെട്ടവർ നമ്മൾ മനസ്സിലാക്കണം. ഏതോ സമയത്ത് ഒരൊറ്റ വിളി, ഈശോയെന്ന് വിളിച്ച് രക്ഷപ്പെടാമെന്നൊക്കെ വിചാരിച്ചിട്ട് അതുമായിട്ടൊക്കെ നടക്കുന്നവർ യാത്ര രീതി ക്രമം മാറേണ്ട സമയം അതിക്രമിച്ചു. അല്ല എങ്കിൽ ആ കാര്യങ്ങൾക്കെല്ലാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും, അതെല്ലാം വീട്ടിൽ തീർക്കേണ്ടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതം ക്രമപ്പെടുത്താനും ക്രമീകരിക്കാനും നവീകരിക്കാനും പുതുക്കാനും പുനരുദ്ധരിക്കാനും മാറി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. നിൻ്റെ ആത്മാവിനെ നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ, നിൻ്റെ ജീവിതം നിനക്ക് വിലയുള്ളതാണെങ്കിൽ മാറേണ്ട കാലം അതിക്രമിച്ചു എന്ന് ഓരോ ആത്മാവും ഈ സമയം മനസ്സിലാക്കട്ടെ. വീണ്ടും പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹ പറയുന്ന വാക്ക്, ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു, അപ്പോഴാകട്ടെ മുഖാഭിമുഖം ദർശിക്കും. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു, അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണ്ണമായി അറിയും. പ്രിയപ്പെട്ടവരെ, അത് പൗലോസ്ലീഹ പറയുമ്പം നമ്മൾ വീണ്ടും മനസ്സിലാക്കേണ്ട ഒരു സത്യം സഭ പഠിപ്പിക്കുന്നു. ദൈവിക ജീവനിലുള്ള പൂർണ്ണമായ പങ്കാളിത്തവും ദൈവദർശനവും ഒക്കെ നമ്മൾ പറയുമ്പോഴും അത് മാനുഷിക ശക്തിക്കും കഴിവിനും അതീതമാണ്. അത് പൂർണ്ണമായും ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവിക ജീവനിലുള്ള പൂർണ്ണമായ പങ്കാളിത്തവും ദൈവദർശനവുമാണ് സ്വർഗത്തിൽ നമുക്ക് ലഭിക്കുന്നത്. മനുഷ്യൻ നേരിട്ട് ധ്യാനിക്കേണ്ടതിനായി ദൈവം തൻ്റെ രഹസ്യം അവന് തുറന്നു കൊടുക്കുകയും ധ്യാനിക്കുവാൻ അവന് കഴിവ് നൽകുകയും ചെയ്യുന്നു. സ്വർഗീയ മഹത്വത്തിലുള്ള ദൈവിക ധ്യാനമാണത്. പ്രിയപ്പെട്ടവരെ, എന്താണ് സഭ പഠിപ്പിക്കുക? CCC 1028 പറയുന്ന ചിന്തയാണ് അച്ഛൻ പങ്കുവെച്ചത്. ഈ ദൈവദർശനം, ബിയാറ്റിക് വിഷൻ എന്ന് പറയുന്ന ദൈവിക ദർശനം മാനുഷിക ശക്തിക്കും കഴിവിനും അതീതമാണ്. അത് പൂർണ്ണമായും ദൈവത്തിൻ്റെ ദാനമാണെന്ന്. ദൈവിക ജീവനിലുള്ള പൂർണ്ണമായ പങ്കാളിത്തവും ദൈവദർശനവുമാണ് സ്വർഗത്തിൽ നമുക്ക് ലഭ്യമാകുന്നത്. പ്രിയപ്പെട്ട, ഇത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് അറിയുമ്പം അതിനെക്കുറിച്ച് നമുക്കൊരു സമർപ്പണം ഉണ്ടായാൽ മതി. ദൈവം അത് നമുക്ക് നമ്മുടെ പരിമിതിയിലും സമ്മാനിക്കുകയാണ്. ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം തരുന്ന സ്നേഹമാണ് അവിടുത്തെ മുഴുവനായി സ്വീകരിക്കാനും സ്നേഹിക്കാനും അനന്തമായിട്ട് അവിടുത്തെ ആരാധിക്കാനുള്ള അനുഗ്രഹം. ആ അനുഗ്രഹമാണ് സ്വർഗമെങ്കിൽ ആ സ്വർഗത്തെ വിലയോടെ നമ്മൾ കാത്തിരിക്കണം. അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വളരെ വേഗത്തിൽ ഈ ഒരു ചിന്ത പൂർത്തീകരിക്കുകയാണ്. ദൈവത്തെ മുഖാഭിമുഖം ദർശിക്കുക എന്നത് വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വീണ്ടും ധ്യാനിക്കുമ്പം അതിന് മറ്റൊരു സൂചന കൂടിയുണ്ട്. അത് ദൈവവുമായിട്ടുള്ള അടുത്ത സ്നേഹബന്ധത്തെ സൂചിപ്പിക്കുന്നു. അത് അടുത്ത സ്നേഹബന്ധത്തെ സൂചിപ്പിക്കുന്ന മറ്റൊരു പ്രയോഗം കൂടിയാണ്. അതുകൂടിയുണ്ട്. സ്വർഗത്തിൽ നമുക്ക് ആഴമായൊരു സൗഹൃദം നമുക്ക് കിട്ടും. ഈശോയോട്, പിതാവായ ദൈവത്തോട്, മാലാഖമാരോട് വലിയ കൂട്ടായ്മ കിട്ടും. നമുക്ക് ഉദാഹരണമായിട്ട് പ്രിയപ്പെട്ടവരെ 1 യോഹന്നാൻ 3:2 വചനം ഇങ്ങനെ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. നാം എന്തായി തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെ ആകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. ആ സ്നേഹമാണ് നമ്മളെ അവിടുത്തെ കാണാൻ സജ്ജമാക്കുന്നത്. പഴയ നിയമത്തിൽ സൗഹൃദമാണെന്ന് വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്ന വചനഭാഗം. ഈ മുഖാഭിമുഖ ദർശനം എന്നാൽ ഈശോമിശിഹായുള്ള നിഷ്കളങ്കമായ സ്നേഹമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന വചനം. പഴയ നിയമത്തിൽ ദൈവം മോശയോട് മുഖാഭിമുഖം സംസാരിച്ചു. സ്നേഹിതനോടെന്നതുപോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ യോഹന്നാൻ്റെ സുവിശേഷത്തിലും വചനം നമ്മളെ ഓർമ്മിപ്പിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 15:15 ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. ഈശോ തൻ്റെ പ്രിയപ്പെട്ടവരായ നമ്മളെ വിളിക്കുന്ന സ്നേഹിതേ, എൻ്റെ പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ടവളെ. സ്വർഗത്തിൽ ഈ വിളി മധുരമുള്ള ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് സ്വീകരിക്കാൻ, ഈ ഭൂമിയിൽ അത്
പലപ്പോഴും വികൃതമായിട്ടാണ് പലരും വിളിക്കുന്നത്. ആ വിളി കൊണ്ട് നമുക്ക് ഒത്തിരി ഭാരവും പ്രയാസവും ചിലപ്പോഴെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാകാം. പക്ഷേ ഇത് കർത്താവിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ അതെന്നേക്കുമായിട്ടുള്ള ആനന്ദ വിഷയമായിട്ട് മാറും. പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ട യോഹന്നാൻ ക്രൂസ് പുണ്യവാനൊക്കെ ഈ വിളിയിൽ ജീവിതം മുഴുവൻ മാറ്റിയവരാണ്. ഈ വിളി കർത്താവിൻ്റെ സ്നേഹത്താൽ സ്പർശിക്കപ്പെട്ടവരെല്ലാം വിശുദ്ധരായി. പ്രിയപ്പെട്ടവരെ, ആ സ്പർശനം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ദാഹത്തോടെ വില കൊടുക്കേണ്ടത്. എൻ്റെ ദൈവത്തിന് വില കൊടുക്കാൻ മാത്രം വിലയുണ്ടെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയും. കൃപ വില കൂടിയതാണ് നമ്മൾ സത്യം തിരിച്ചറിയണം. കർത്താവിൻ്റെ സ്നേഹം അത് വലിയ വിലയുള്ളതാണെന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ അത് കൃപയ്ക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കും. നമ്മുടെ പങ്കാളിത്തം എല്ലാം വരും. അതുകൊണ്ട് പ്രിയപ്പെട്ട, വില കെട്ടതല്ല കൃപ, ഏറ്റവും വില കൂടിയതാണ് കർത്താവിൻ്റെ സ്നേഹം. അതിന് വിലകെട്ട ഈ ലോകത്തിലെ ബന്ധങ്ങളിൽ നിന്ന്, സ്വാധീനങ്ങളിൽ നിന്ന്, ഈ ലോകത്തിൻ്റെ കെട്ടുപോകുന്ന ദുർബന്ധങ്ങളെയും ദുർസ്വാധീനങ്ങളെയും നമ്മൾ അടർത്തി മാറ്റിയാലേ കർത്താവിൻ്റെ കൃപയുടെ ബന്ധം നമുക്ക് കിട്ടത്തുള്ളൂ. ഈ ഭൂമിയുടെ തിന്മയുടെ കാഴ്ചകളും സ്വാധീനങ്ങളിലേക്ക് നമ്മളെ വീണ്ടും നയിക്കുന്ന ജാലകപ്പാളികൾ കൊട്ടി അടച്ചാലേ കൃപയുടെ അനുഗ്രഹത്തിൻ്റെ സ്വർഗത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ജാലകപ്പാളികൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഈ സത്യം തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിന് ദൈവത്തിൻ്റെ കൃപയുടെ ഒരു വാതിൽ തുറക്കപ്പെടണമെങ്കിൽ നമ്മൾ ഈ ലോകത്തിൻ്റെ അതും കണ്ടു നടക്കുന്ന വാർത്താ വിശകലനങ്ങൾക്കകത്ത് കമന്ന് വീഴുന്ന നവമാധ്യമങ്ങളിൽ ഇങ്ങനെ ചരണ്ടി കൈയൊന്ന് നോക്കുന്നത് നല്ലതാണ്. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ആഴ്ന്നിറങ്ങി അതിനകത്തൊന്നും പുറത്തു കിടക്കാൻ പറ്റാത്ത മൊബൈൽ വിഗ്രഹമായിട്ട് മാറിയ ആരെങ്കിലുമൊക്കെ ഈ സമയം വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഈ സാധനങ്ങളൊക്കെ പൊട്ടിച്ചു കളയേണ്ട സമയമായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾക്കൊക്കെ കുറവുകളുണ്ട്. ഈ കുറവുകൾ നമുക്ക് തിരിച്ചറിയാൻ ഫേസ്ബുക്കിലും വാട്സപ്പിലും ട്വിറ്ററിലും ഒക്കെ ജീവിതം ഹോമിച്ച് ഗുണം കെട്ട ബന്ധങ്ങളുടെ സ്വാധീനങ്ങളിൽ അകപ്പെട്ട മക്കള് ഈ സമയം, ഈ രാവിൽ കർത്താവിൻ്റെ വെട്ടമൊന്ന് ആത്മാവിൽ കിട്ടി തിരിച്ചു വന്നാൽ സ്വർഗം ഇന്ന് സന്തോഷിക്കും. സ്വർഗമഹത്വം നമ്മളെ തേടി വരും. ഇനി വിലകെട്ട് പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ കർത്താവിൻ്റെ അധരങ്ങളിൽ വ്യാപരിക്കപ്പെട്ട അനുഗ്രഹം നമുക്കും കിട്ടുമെന്ന വചനമൊക്കെ നമുക്ക് ഇനി ശ്രദ്ധിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്താൻ എനിക്കോ നിങ്ങൾക്കോ തന്നെ കഴിവില്ല. നമ്മൾ ദുർബലരായ മനുഷ്യരായതുകൊണ്ട് കർത്താവിൻ്റെ ശക്തി വെളിപ്പെടണം. ഈ രാവിൽ നമ്മൾ സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ നമ്മുടെ ആത്മാവിൽ ആഴമായി പതിയപ്പെട്ട് ജീവിതം വ്യത്യാസപ്പെടുത്താൻ മാനസാന്തരമാണ് ഏറ്റവും മുഖ്യമായ വിഷയം. പ്രിയപ്പെട്ട, കാരണം സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ അത് വളരെ എളുപ്പമുള്ള കാര്യമായിട്ട് ആരും ചിന്തിക്കരുത്. മാനസാന്തരപ്പെടണം. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം, പ്രിയപ്പെട്ട, നമുക്കറിയാം സുവിശേഷത്തിൽ യോഹന്നാൻ, സ്നാപയോഹന്നാൻ വന്ന് റഫായിട്ട് സംസാരിച്ചു. റഫായിട്ട് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ അണലി സന്തതികളാണ്, മാറണം. നിങ്ങൾ അണലിയെ എത്ര അണിയിച്ചാലും അണലി ശരിയാവത്തില്ല. അണലിയെ കൊല്ലണം, നിൻ്റെ ഉള്ളിൽ ഈശോ ജനിക്കണം. അണലി നമ്മുടെ മാനുഷിക സ്വഭാവം, നമ്മുടെ ആധമിക ബോഡി. അതിൽ പാപത്തിലേക്കുള്ള ചാച്ചിലുണ്ട്, ചായ്വുണ്ട്, തിന്മ ചെയ്യാനുള്ള കൊതിയുണ്ട്, ആസക്തിയോടുള്ള താല്പര്യമുണ്ട്. ലോകബന്ധങ്ങളുടെ സ്വാധീനങ്ങളിൽ, രുചിക്കൂട്ടുകളിൽ, നിറങ്ങളിൽ അകപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനെ നീ കൊല്ലണം. യേശുക്രിസ്തുവിനെ നീ ധരിക്കണം. യേശുക്രിസ്തുവിൽ പുതുക്കപ്പെട്ട ഒരു ജീവിതം നിനക്ക് വേണം. അത് സ്നാപകൻ ഓർമ്മിപ്പിച്ചു. നമ്മൾ വിചാരിച്ച് ഈശോ വരുമ്പം ശാന്തനായിട്ട് വന്ന ഈശോ, സൗമ്യനായിട്ട് വന്ന ഈശോ, മക്കളെ എങ്ങനെ ആയാലും കുഴപ്പമില്ല, ഞാൻ നിങ്ങളെ രക്ഷിച്ചോളാം എന്നല്ല മക്കളെ പറഞ്ഞത്. ആ സത്യം നമ്മൾ തിരിച്ചറിയണം. സ്നാപകൻ പറഞ്ഞ അതേ വാക്ക് ഈശോ പറഞ്ഞു തുടങ്ങുക. സ്നാപകൻ പറഞ്ഞ അതേ വാക്ക്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ. ഈശോ അതുതന്നെ പറഞ്ഞ്. അപ്പസ്തോലനായ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ്ലീഹ ഇത് ലഘൂകരിച്ചോ? പത്രോസ്ലീഹ എന്താ പറഞ്ഞേ? ഞങ്ങൾ എന്ത് ചെയ്യണം? ഈശോ മിശിഹായുടെ ദൈവിക രഹസ്യങ്ങളെ, രക്ഷയെ പങ്കുവെച്ച ദൈവജനം സുവിശേഷത്തിൻ്റെ കറ പുരളാത്ത സുവിശേഷത്തിൻ്റെ സത്യസുവിശേഷം പങ്കുവയ്ക്കപ്പെട്ട് കേട്ടപ്പം, ആത്മാവിൽ നുറുങ്ങിയപ്പം ദൈവജനം കരഞ്ഞോട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പം, നിങ്ങൾ ഈശോയെ വിളിച്ചാൽ മാത്രം മതി എന്നാണ് പറഞ്ഞേ. അല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പശ്ചാത്തപിക്കണം, നിങ്ങൾ മാനസാന്തരപ്പെടണം, യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കണം. അതിന് ജീവിതം മാറണം. സുവിശേഷം നിന്റെ ജീവിതത്തിൻ്റെ മുഖ്യ വിഷയമാകണം. ആ ബോധ്യം പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ നമുക്കുണ്ടായാലേ സ്വർഗത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നമുക്ക് വിശേഷവും സുവിശേഷം ആവത്തുള്ളൂ. ഇല്ലെങ്കിൽ കൊള്ളാം, അത് മറ്റ് അനേകർക്ക് അനുഗ്രഹമായിട്ട് മാറും. ഇന്ന് എൻ്റെ യാത്രയിൽ ഒരു വ്യത്യാസം വരണമെന്ന് മക്കൾ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. ഈ ആരാധനയുടെ കൃപാ നിമിഷങ്ങളിൽ ദൈവശക്തി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ കടന്നു വരാൻ കർത്താവ് കരുണ കാണിക്കും. നമ്മുടെ അതപ്പതിച്ച നമ്മുടെ പ്രകൃതങ്ങളെ ദൈവശക്തിയാൽ പരിഹരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഈ രാവിൽ എന്നിൽ, എൻ്റെ കുഞ്ഞിൽ, എൻ്റെ പ്രിയപ്പെട്ട മകനിൽ, മകളിൽ, എൻ്റെ പ്രിയപ്പെട്ടവരിലൊക്കെ വെളിപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്
പ്രിയപ്പെട്ട മക്കൾ നന്നായി കർത്താവിനെ സ്തുതിക്കട്ടെ. എളിമയോടെ നമ്മളൊക്കെ പാപികളാണ്. ഞാനും നിങ്ങളും പാപികളാണ്. ദൈവശക്തി കടന്നു വന്നാൽ മാത്രമേ എനിക്ക് നന്നായി മിണ്ടാനും നന്നായി പ്രവർത്തിക്കാനും നന്നായി ചിന്തിക്കാനും കഴിവുള്ളെന്ന് നമ്മൾ മരണം വരെ ചിന്തിക്കണം. ഞാൻ ദുർഭകനായ മനുഷ്യൻ, ഞാൻ പാപി, എൻ്റെ കർത്താവിൻ്റെ കരുണയില്ലെങ്കിൽ ഞാൻ നശിച്ചു പോകും. ആ ചിന്ത മരണം വരെ ഉണ്ടാകട്ടെ. ആ വലിയ ബോധ്യത്തോടെ പ്രിയപ്പെട്ട മക്കൾ കർത്താവിനെ ആരാധിക്കാൻ ഹൃദയങ്ങളെ തുറക്കട്ടെ. നന്നായി വിളിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഞാൻ മാത്രം ഈ ഭൂവിലെന്ന് പോലെ എന്നെ സ്നേഹിച്ചിടും യേശുനാഥ. ഞാൻ മാത്രം ഈ ഭൂവിലെന്ന് പോലെ എന്നെ സ്നേഹിച്ചിടും യേശുനാഥ. അനന്യ സ്നേഹത്താൽ എന്നെ നോക്കും, നിന്നിലെത്തുവോളം ദാഹാർത്തൻ ഞാൻ. അനന്യ സ്നേഹത്താൽ എന്നെ നോക്കും, നിന്നിലെത്തുവോളം ദാഹാർത്തൻ ഞാൻ. ഈശോയേ എൻ്റെ സർവസ്വമേ, അങ്ങേയ്ക്കായി ഞാൻ ദാഹിക്കുന്നു. ഈശോയേ എൻ്റെ സർവസ്വമേ, അങ്ങേയ്ക്കായി ഞാൻ ദാഹിക്കുന്നു. മറ്റാരിൽ ഞാൻ ആശ്രയം തേടേണ്ടു, ജീവന്റെ വചനം നിന്നിലല്ലോ. മറ്റാരിൽ ഞാൻ ആശ്രയം തേടേണ്ടു, ജീവന്റെ വചനം നിന്നിലല്ലോ. പുത്രൻ നൽകും സ്നാനത്താലെ ഞാനും യഥാർത്ഥത്തിൽ സ്വതന്ത്രനായി മാറും. പുത്രൻ നൽകും സ്നാനത്താലെ ഞാനും യഥാർത്ഥത്തിൽ സ്വതന്ത്രനായി മാറും. ഈശോയേ എൻ്റെ സർവസ്വമേ, അങ്ങേയ്ക്കായി ഞാൻ ദാഹിക്കുന്നു. ഈശോയേ എൻ്റെ സർവസ്വമേ, അങ്ങേയ്ക്കായി ഞാൻ ദാഹിക്കുന്നു. സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? ഭൂമിയിലും അങ്ങയല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ട എൻ്റെ സഹോദരീ സഹോദരങ്ങളെ, കർത്താവായ ഈശോയുടെ മക്കളെന്ന നിലയിൽ നമ്മൾ തിരിച്ചറിയണം, നമ്മളെ ഈ ഭൂമിയിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്നത്, ഒന്നാമത് സ്നേഹിക്കുന്ന ഈശോയാണ്. നമ്മളും ഈ ഭൂമിയിൽ ഒന്നാമത് സ്നേഹിക്കേണ്ടത് നമ്മുടെ ജീവനായ നമ്മുടെ കർത്താവായ ഈശോയെ ആകണം. അത് ജീവിത പങ്കാളി ആകരുത്, മക്കളെ ആകരുത്, അത് പ്രിയപ്പെട്ട സഹോദരനെയോ സഹോദരിയോ ആകരുത്, അതാരെയും ആകരുത്. കാരണം അവർക്കാർക്കും എന്നെ നിത്യജീവിതത്തിലേക്ക് നയിക്കാനുള്ള കഴിവില്ല. ഈശോയാകുമ്പം എല്ലാ സ്നേഹവും നിലനിൽക്കും, എല്ലാ സ്നേഹവും വിശുദ്ധീകരിക്കപ്പെടും, എല്ലാ സ്നേഹവും എന്നേക്കും നവീകരിക്കപ്പെടും. അത് നിത്യതയോളം നമ്മളെ സഹായിക്കുന്ന കൂട്ടായ്മയായിട്ട് മാറും. ഈശോയുടെ സ്നേഹ കൂട്ടായ്മയിൽ ആരും അകറ്റപ്പെടുന്നില്ലല്ലോ, എല്ലാവരും സ്നേഹത്തിൻ്റെ വിഷയമായിട്ട് മാറുന്നു. അപ്പോൾ ലോകം മുഴുവൻ നമ്മുടെ പ്രിയപ്പെട്ടവരായിട്ട് മാറുന്നു. നമ്മളെ വേദനിപ്പിച്ചവരും നമ്മൾ മുറിവ് തന്നവരും എല്ലാം നമുക്ക് പ്രിയപ്പെട്ടവരാകുന്നു. ഈശോയെ സ്നേഹിക്കുമ്പം നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും വ്യത്യാസപ്പെടുന്നു. ഈ സമയം ഈശോയെ മുഴുവനായി സ്നേഹിക്കാനുള്ള കൃപ, ഒന്നാമതായി സ്നേഹിക്കാനുള്ള കൃപ, സ്വർഗത്തിൽ എൻ്റെ കർത്താവ് എനിക്ക് വിലപ്പെട്ടവനായതുപോലെ ഈ ഭൂമിയിലും എൻ്റെ ഈശോ എനിക്ക് ഏറ്റവും വിലപ്പെട്ടതാണെന്നുള്ള ബോധ്യത്തോടെ
ഈശോയെ സ്നേഹിക്കാനുള്ള കൃപ ലഭിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് മക്കൾ സ്തുതിക്കട്ടെ. ഈശോയെ വിശ്വാസത്തോടെ വിശ്വാസത്തോടെ ഈശോയെ ഈശോ ഈശോയെ മഹത്വം മക്കളിൽ നിറയാൻ കർത്താവേ കരം നീട്ടണമേ. കർത്താവേ അങ്ങയുടെ മഹത്വം അങ്ങയുടെ സാന്നിധ്യം ജീവിതങ്ങളെ രൂപപ്പെടുത്തട്ടെ, രൂപാന്തരപ്പെടുത്തട്ടെ. കർത്താവിന്റെ സ്നേഹം കൊണ്ട് മക്കള് സ്നാനം ചെയ്യപ്പെടട്ടെ. ശക്തി കുർബാനയിൽ നിന്ന് മക്കളിലേക്ക് വ്യാപരിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. ഈ സമയം അങ്ങേ ആരാധിക്കുന്ന ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് കർത്താവായ യേശുവേ അങ്ങേ ആരാധിക്കുന്ന അങ്ങയുടെ മക്കൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. സ്നേഹ സാന്നിധ്യം ഈശോയുടെ ചങ്കിന്റെ സ്നേഹം അറിയട്ടെ, തിരുഹൃദയ സ്നേഹം അറിയട്ടെ. മഹത്വം മഹത്വം സ്നേഹം മഹത്വം സ്നേഹം മഹത്വം മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. പ്രിയപ്പെട്ടവരെ, സ്വർഗം നമ്മുടെ തിരഞ്ഞെടുപ്പായി മാറണമെങ്കിൽ അനുദിനം ഈശോ എൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് മാറണം. നമ്മൾ സ്വർഗത്തിലേക്ക് അടുക്കുന്നത് ഓരോ ദിവസവും ജീവിച്ചുകൊണ്ടാണ് നമുക്കറിയാം. നമ്മൾ മനുഷ്യരായതുകൊണ്ട് ഓരോ ദിവസവും നമുക്ക് തിരഞ്ഞെടുപ്പുകളുണ്ട്. പാപം, പിശാച്, അവൻ കുശാഗ്ര ബുദ്ധിയും നമ്മളെ കർത്താവിൽ നിന്ന് വേർതിരിക്കാൻ നിരന്തരം ശ്രദ്ധിക്കുന്നവനുമായതുകൊണ്ട് അവൻ നിരന്തരം പാപത്തിൻ്റെ പ്രലോഭനങ്ങളും സ്വാധീനങ്ങളും നമ്മുടെ ജീവിതത്തിൽ തന്നുകൊണ്ട് വെറുക്കാനും ജീവിതത്തിൽ പല വിധത്തിൽ പാപത്തിൻ്റെ സ്വാധീനങ്ങളിൽ അകപ്പെടാനും കാരണങ്ങൾ തന്ന്, ആകർഷണങ്ങൾ തന്ന്, രുചികൾ തന്ന് നമ്മുടെ മനുഷ്യപ്രകൃതത്തിൻ്റെ കുറവുകളെ മനസ്സിലാക്കി അവൻ ചായ്വുകളിലേക്കും സ്വാധീനങ്ങളിലേക്കും അടിമത്തങ്ങളിലേക്കും ആസക്തികളിലേക്കും നമ്മളെ നയിക്കുമ്പം, പ്രിയപ്പെട്ടവരെ, കർത്താവിനോടൊപ്പം യാത്ര ചെയ്യണമെങ്കിൽ, പാപപ്രലോഭനങ്ങളെ അതിജീവിക്കണമെങ്കിൽ നമുക്കെല്ലാവർക്കും ദൈവശക്തി വേണം, വചനശക്തി വേണം, കുർബാനയുടെ ശക്തി വേണം. ഈ സമയം കുർബാനയുടെ സന്നിധിയിലായിരിക്കുന്ന മക്കളായ നമ്മൾ ആ ദൈവശക്തി സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അങ്ങയുടെ ശക്തി ഇല്ലാതെ എനിക്ക് പാപത്തെ ഒഴിവാക്കാൻ കഴിവില്ല, തിന്മയെ ഒഴിവാക്കാൻ കഴിവില്ല, സ്വാധീനങ്ങളിൽ നിന്ന് ആസക്തികളിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിവില്ല, എൻ്റെ ശരീരം പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് കർത്താവിന് തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ അങ്ങയുടെ ആത്മാവിനാൽ, അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ അപരിമേയമായ ശക്തിയാൽ, ഈശോ മിശിഹായെ കല്ലറയിൽ എഴുന്നേൽപ്പിച്ച പരിശുദ്ധാത്മാവിന്റെ ഉന്നത ശക്തിയാൽ ഞങ്ങളെയും എല്ലാ കെണികളിൽ നിന്നും കുരുക്കുകളിൽ നിന്നും അഴുക്കിൽ നിന്നും ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ചതിക്കുഴികളിൽ നിന്നും തെറ്റായ ബന്ധങ്ങളിൽ നിന്നും ദുശീല അടിമത്തങ്ങളിൽ നിന്നും ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അകപ്പെട്ടിരിക്കുന്ന എല്ലാ അന്ധകാരത്തെ സ്വാധീനങ്ങളും വിടുതൽ പ്രാപിക്കാൻ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ സമയം മക്കൾ ആഗ്രഹിച്ചുകൊണ്ട് ഈശോ മിശിഹായുടെ നാമത്തെ വിളിക്കട്ടെ. ഈശോയെ ശക്തി വ്യാപരിക്കട്ടെ. ഈശോ മിശിഹാ തിരുസഭയ്ക്ക് തന്ന അധികാരത്താൽ, കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തിന് കർത്താവ് തന്ന അപ്പസ്തോലിക അധികാരത്തിന്റെ ശക്തിയാൽ തിന്മയുടെ സകല സ്വാധീനങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്ന് മക്കള്, കുടുംബങ്ങള്, കുഞ്ഞുമക്കള്, യൗവനങ്ങള്, ഈശോ മിശിഹായ്ക്ക് വേർതിരിക്കപ്പെട്ട എല്ലാ മക്കളും അനുഗ്രഹം പ്രാപിച്ച് വിമോചനം പ്രാപിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. കർത്താവിന്റെ കൃപ ഈ നിമിഷങ്ങളിൽ അനേകം മക്കളെ എഴുന്നേൽപ്പിക്കട്ടെ. എഫ്ഫത്ത തുറക്കപ്പെടട്ടെ. അന്ധകാര ബന്ധനങ്ങള് യേശുനാമത്തിൽ നീങ്ങിപ്പോകട്ടെ. കർത്താവേ, മരിച്ച യുവാവിനെ എഴുന്നേൽപ്പിച്ചതുപോലെ ഞങ്ങളെ യൗവനങ്ങളെ എഴുന്നേൽപ്പിക്കണമേ. കർത്താവേ, മരിച്ച യുവാവിനോട് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞതുപോലെ കർത്താവേ, ജീവിതത്തിന് താളം നഷ്ടപ്പെട്ട് തകർച്ചയിൽ, തിന്മയുടെ കുരുക്കുകളിൽ, മദ്യാസക്തിയിൽ, കർത്താവേ, മയക്കുമരുന്നിൽ, തെറ്റായ ബന്ധങ്ങളിൽ, കർത്താവേ, ലൈംഗിക വൈകൃതങ്ങളിൽ ഒക്കെ അകപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കളെ.
നമ്മുടെ കുടുംബങ്ങളിലേക്ക് കർത്താവിൻ്റെ കരം നീളപ്പെടുന്ന സമയമാണ്. നമ്മുടെ സന്യാസ ഭവനങ്ങളിലേക്ക് കർത്താവിൻ്റെ കരം നീളപ്പെടുന്ന സമയമാണ്. വൈദിക ഭവനങ്ങളിലേക്ക് ഈശോമിശിഹായെ കണ്ണുനീരോടെ വിളിക്കുന്ന കുഞ്ഞു മക്കളുടെ ജീവിതങ്ങളിലേക്ക്, യൗവനങ്ങളുടെ എല്ലാ അവസ്ഥകളിലേക്ക്, മാതാപിതാക്കളുടെ കണ്ണുനീരിലേക്ക് കർത്താവിൻ്റെ കരം നീണ്ട് ദൈവശക്തി പ്രകടമാകുന്ന അത്ഭുതത്തിന്റെ സമയമാണിത്. കർത്താവ് മക്കളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന ഈ സമയത്ത് ദൈവമക്കളെ കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് കർത്താവിന്റെ കരത്തിന്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ വെളിപ്പെടുത്തണമേ എന്ന് കർത്താവിന് സജീവ സാക്ഷിയാകാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം. സ്വർഗത്തിലേക്ക് കണ്ണു നോക്കി വിശ്വാസത്തോടെ ഈ ഭൂമിയിലുള്ള തീർത്ഥാടനം പൂർത്തീകരിക്കാനുള്ള ശക്തി ലഭിക്കാൻ മക്കൾ ആഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ, ദാനങ്ങൾ, വരങ്ങളെല്ലാം നമ്മുടെ ആത്മാവിൽ ആഴപ്പെടാൻ വിശ്വാസത്തിന്റെ ശക്തി വെളിപ്പെട്ടുകൊണ്ട് കർത്താവിന്റെ സുവിശേഷം ജീവിക്കാനുള്ള കരുത്ത് നമുക്ക് ലഭിക്കാൻ കർത്താവിന്റെ പ്രിയപ്പെട്ട മക്കള് ഈ സമയം ആഗ്രഹിച്ചുകൊണ്ട് ഈശോയെ എന്ന് വിളിക്കുമ്പം അന്ധകാര ബന്ധനങ്ങളിൽ നിന്ന് കർത്താവിന്റെ ശക്തിയാൽ മക്കൾക്ക് മോചനം കിട്ടുന്നു. എല്ലാ മക്കളും വിളിക്കട്ടെ, ഈശോയെ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്.